ഗുഡ് ഈവനിങ്. ഓൺലൈനുള്ളവർക്ക് ഓഡിബിൾ ആണോ? കേൾക്കാമോ? കേൾക്കാമോ? ഓൺലൈനുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. എന്തുണ്ട് വിശേഷം? ഒരു ദിവസത്തിൽ എന്ത് സംഭവിക്കാനാണെന്നാണോ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിലേക്ക് ഇരുന്ന് പോയിട്ട് എന്ത് തോന്നി? കുഴപ്പമില്ല എന്നാണോ തോന്നിയേ? ഓക്കെ. നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നലെ മലയാളത്തിലെ ചെറുകഥ എഴുതുന്ന എഴുത്തുകാരെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൽ ഒരു 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പ്രധാനപ്പെട്ട ചില എഴുത്തുകാരുടെ പേരുകൾ പരിചയപ്പെട്ടു. അവരുടെ എഴുത്തിൻ്റെ പ്രത്യേകതകൾ സംസാരിച്ചു. അതിൽ 3ാമത്തെ ഘട്ടം നമ്മൾ എന്താണ് എഴുത്തിൽ വന്ന മാറ്റം എന്നാണ് ഇന്നലെ പറഞ്ഞത്. ആധുനികത എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യ സാഹിത്യത്തിൽ മോഡേണിസം എന്ന പേരിൽ രൂപപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനവും അത് മലയാളത്തിലെ എഴുത്തുകാരിലേക്ക് വന്നപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ എഴുത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് എഴുത്തുകാരെ പരിചയപ്പെടുവാണ്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില എഴുത്തുകാർ, അവരുടെ എഴുത്തിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആധുനികത എന്ന് പറയുന്നത് മലയാളത്തിൽ വേണമെങ്കിൽ 2 ഘട്ടങ്ങളായിട്ട് വളരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച മലയാളങ്ങളിൽ അതിലെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ 1950കൾ മുതലുള്ള ഒരു എഴുത്തുകാർ ആണ് ശരിക്കും, അല്ലെങ്കിൽ 1950കൾക്ക് ശേഷം രൂപപ്പെട്ടു വന്ന ഒരു എഴുത്തുകളെയാണ് നമ്മൾ ആധുനികത എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആധുനിക എഴുത്തുകാർ എന്ന രീതിയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങളുമായി വരുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ ആദ്യം വരുന്ന ഒരു 3 പേര്, അല്ലെങ്കിൽ ഇതിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് ടി പത്മനാഭൻ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി. ഈ 3 എഴുത്തുകാരാണ് ശ്രദ്ധേയമായ എഴുത്തുകാർ. ധാരാളം എഴുത്തുകാരുണ്ട്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ആധുനികത എന്ന് പറയുന്ന ഈ ഒരു സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഈ എഴുത്തുകാരെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എഴുത്തുകാരിലൂടെ കടന്നു പോകുമ്പോൾ, ഇവർക്കെല്ലാവർക്കും സമാനമായ സ്വഭാവങ്ങളെക്കാൾ കൂടുതൽ വൈവിധ്യങ്ങളാണുള്ളത്. എന്നാൽ ഇവരിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്താധാരകളുടെയൊക്കെ ഭാഗമായി രൂപപ്പെട്ട ചില ആശയങ്ങൾ ഇവരുടെ കഥകളിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നൊരു കാര്യം, ഇവർ സമൂഹത്തിൽ നിന്ന് മാറി വ്യക്തികളിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. MT അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാനും എൻ്റെ മക്കളും എന്ന ചിന്തയിൽ നിന്ന് ഞാനും എൻ്റെ ഹൃദയവും എന്ന ചിന്തയിലേക്കാണ് ഞങ്ങൾ അതെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങിയതെന്ന്. അപ്പോൾ ടി പത്മനാഭൻ്റെ എഴുത്തുകളിലൂടെ പോകുമ്പോൾ മലയാളത്തിൽ ചെറുകഥ മാത്രം എഴുതിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. മലയാള കഥയുടെ കുലപതി എന്നൊക്കെ ചിലർ വിശേഷിപ്പിച്ച് കാണാറുണ്ട്. ഇവർ സമകാലികരാണ്, ടി പത്മനാഭനും MTയും. MT മരണപ്പെട്ടു, ടി പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ട്. ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ആരാണ് മികച്ച മലയാളത്തിലെ ചെറുകഥാകൃത്ത് എന്ന രീതിയിൽ. കുറേ പേര് പത്മനാഭനാണെന്ന് പറയും, ചിലർക്കൊക്കെ MT ആണ് ഇഷ്ടം. ഇവർക്ക് ആ മത്സര ബുദ്ധി ഇവരുടെ വ്യക്തി ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രമേൽ മലയാളത്തിൽ കഥ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് ടി പത്മനാഭൻ. നോവലുകൾ എഴുതിയിട്ടില്ല, കഥകൾ മാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ വ്യക്തിയുടെ ചിന്തകളിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്ന കഥകളായിട്ട് നമുക്ക് അനുഭവപ്പെടും. വളരെ ശ്രദ്ധേയമായ ഇതിൻ്റെ കഥയുണ്ട്, പ്രകാശം പരത്തുന്നൊരു പെൺകുട്ടി എന്നാണ് കഥയുടെ പേര്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ, ചെറിയ ക്ലാസ്സുകളുടെ മുൻപ് സിലബസിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ കഥയിൽ ഒരു യുവാവ്, അദ്ദേഹം അവിവാഹിതനാണ്, ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, പുറത്താണ് ജോലി ചെയ്യുന്നത്. പുറത്തെന്ത സെൻസ് കേരളത്തിനകത്തല്ല, കേരളത്തിന് പുറത്ത് ഏതോ സ്ഥലത്ത് അദ്ദേഹം തൊഴിൽ ചെയ്യുകയാണ്, തമിഴ്നാട്ടിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ കഥയിൽ പ്രധാനപ്പെട്ടൊരു സാധനം, ഇയാൾ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ജീവിതം അദ്ദേഹത്തിനൊരു മടുപ്പായി അനുഭവപ്പെട്ട് തുടങ്ങുകയാണ് കഥയുടെ ആരംഭത്തിൽ. ഇനി പുതിയതായി എനിക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കാൻ അദ്ദേഹത്തിനൊന്നും ഇല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജീവിതത്തോട് അദ്ദേഹത്തിനുണ്ടാകുന്ന മടുപ്പിൽ നിന്നും അദ്ദേഹം കുറച്ച് വിഷം മേടിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മേടിക്കുകയും
അങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ്, എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് പോയൊരു സിനിമ കണ്ടേക്കാം, തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടിട്ട് ഈ വിഷം കഴിച്ച് ഇന്ന് രാത്രി തന്നെ മരിച്ചേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം തിയേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ തിയേറ്ററിൽ ഒരു ഹിന്ദി സിനിമയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സിനിമാ തിയേറ്ററിൽ ആരുമില്ലാത്ത ഏറ്റവും ഒഴിഞ്ഞൊരു ഭാഗത്താണ് അദ്ദേഹം സീറ്റ് പിടിക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിയും അവരുടെ കൂടെ അതിനേക്കാൾ ചെറുതും വലുതുമായ കുറച്ച് ആളുകളോട് കൂടി ഒരു പെൺകുട്ടി ആ തിയേറ്ററിലേക്ക് കടന്നു വരികയും ഇദ്ദേഹത്തിന് അടുത്ത് തന്നെ അവരെങ്ങനെയോ വന്നിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ സിനിമ തുടങ്ങിയപ്പോൾ ഈ കുട്ടിക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. ഈ കുട്ടി നിരന്തരം അതിൽ കാണുന്ന ഹിന്ദി അറിയാത്തത് കൊണ്ട് ഹിന്ദിയിൽ സംസാരങ്ങളും കാര്യങ്ങളും ഇദ്ദേഹത്തോട് ചോദിക്കുകയും അങ്ങനെ ഈ സിനിമയുടെ ഇൻ്റർവെല്ലാകുമ്പോഴേക്കും ഈ കുട്ടി ഇദ്ദേഹത്തിന് വലിയ പരിചയമുള്ള ഒരാളെ പോലെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടിക്ക്. അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇൻ്റർവെല്ലായപ്പോൾ കുട്ടി പുറത്തുപോയി കുറച്ച് തിന്നാനൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നുണ്ട്. അദ്ദേഹം വീണ്ടും മരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. വീണ്ടും സിനിമ തുടർന്നു. അദ്ദേഹം കഥകളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ആ പെൺകുട്ടി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്ത സിനിമയ്ക്ക് കാണാം എന്നാ പറയുന്നത്. ആ ഒരു വാക്കിൻ്റെ പ്രതീക്ഷ അയാളെ മരണത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുകയാണ്. മരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നൊരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം മരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഇത്രയൊക്കെ മതി, മരിക്കാൻ തീരുമാനിക്കാനും ഇതൊക്കെ തന്നെ മതി, മരണത്തിൽ നിന്ന് തിരിച്ചു വരാനും ഇതൊക്കെ മതി. അത്രമേൽ ലോലമാണ് മനുഷ്യ ഹൃദയങ്ങളെന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ മുഴുവൻ ഇത്തരത്തിൽ വൈകാരികമായ, നമുക്ക് തെറ്റും ശരിയൊന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കഥകൾ, അത് മനുഷ്യ മനസ്സുകളെ അത്ര സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന കഥകളാണ്. അദ്ദേഹത്തിന് ഗൗരി എന്ന് പറയുന്ന കഥയുണ്ട്. KP അപ്പൻ ഈ കഥയെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആളുകളുടെ പേര് പറയുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെന്ന് എനിക്കറിയാം, പക്ഷെ ഭാവിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവരെക്കുറിച്ചൊക്കെ കേൾക്കും. ഒരു പരിചയം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. KP അപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുത്തുകാരുടെ പേരിൽ പെട്ട ആളാണ്, നിരൂപകനാണ് മലയാളത്തിൽ. അപ്പോൾ നിരൂപകരെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പരിചയം കിട്ടാൻ കൂടി വേണ്ടിയാണ്. KP അപ്പൻ അദ്ദേഹത്തിൻ്റെ ഈ കഥയെക്കുറിച്ച്, ഗൗരിയെക്കുറിച്ച് പറഞ്ഞത് മലയാളത്തിൽ പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്നാണ് പറഞ്ഞത്. കഥയുടെ ഈ ഒരു സമാന പ്ലോട്ട് മലയാളത്തിൽ അക്കാലത്തെ മിക്ക എഴുത്തുകാരും എഴുതിയിട്ടുണ്ട്. ഈ മാധവിക്കുട്ടിയും MT ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ കഥയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരിക്കൽ പ്രണയിച്ചിരുന്ന രണ്ടുപേർ, ഒരു പുരുഷനും സ്ത്രീയും വളരെ പ്രണയത്തിലായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. പക്ഷെ പുരുഷൻ അവിവാഹിതനായി തുടരുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഈ സ്ത്രീ ഈ പുരുഷന് ഒരു കത്തയക്കുകയാണ്, നമുക്കൊന്ന് വീണ്ടും കാണാം, എനിക്ക് ജോലിയുടെ ഭാഗമായി ഒരു യാത്രയുണ്ട്, നമ്മൾ പണ്ട് പോയ ഇടത്തേക്കാണ്, നിങ്ങൾ വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് ഒരു കത്തയക്കുകയും അങ്ങനെ ഇദ്ദേഹം ഇവരോടൊപ്പം യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. പണ്ട് ഇവർ പോയ കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിലെ ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ യാത്രയിൽ ഇവർ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തെ എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ഭാവതലത്തിൽ നിന്നുകൊണ്ടാണ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പരസ്പരം കാണുകയായിരുന്നു. ഗൗരി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്ന് മാത്രമല്ല, ഗൗരിയെ കണ്ണയോടുകൂടി കാണുന്നതും ആദ്യമായിട്ടായിരുന്നു. അയാൾ അവരെ പതുക്കെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, എന്തുപറ്റി? ആദ്യം അവർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗൗരിയുടെ വിവാഹത്തിന് ശേഷം ആ വിവാഹ ജീവിതം വളരെ ദുഷ്കരമായൊരവസ്ഥയിലാണ്. ഭർത്താവുമായിട്ട് അവരത്ര രസത്തിലല്ല. ഇപ്പോൾ അവർ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് സാധ്യമായിട്ടില്ല. ഈ ഒരു സമയത്താണ് ഇവർ ആ യാത്ര പോകുന്നത്. ഈ യാത്രയിലുടനീളം അവർ ഗൗരി താൻ അനുഭവിച്ച ആ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് ഇയാളോട് പറയുന്നുണ്ട്. ഇയാൾ യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ഇത് കേൾക്കുകയും തിരിച്ച് അവരുടെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഭാവി ഇവരുടെ എന്താകുമെന്ന് രണ്ടുപേർക്കും അറിയില്ല. പക്ഷേ രണ്ടുപേരും പഴയ പ്രണയകാലത്തിലൂടെ തന്നെ കടന്ന് തിരിച്ചു വരികയാണ്. ഈ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ഇതിനു മുൻപുള്ള കാലഘട്ടത്തിൽ കുടുംബ ബന്ധം അല്ലെങ്കിൽ വ്യക്തിബന്ധം എന്നൊക്കെ പറയുന്നതിൽ വളരെ ഒരു പവിത്രത കരുതിയിരുന്നൊരു കാലത്തിൽ നിന്നാണ് നമ്മുടെ ഈ സാമൂഹിക സദാചാര ബോധത്തിന് പുറത്ത് കടന്നുള്ള ബന്ധങ്ങളിലേക്കും ആ ബന്ധങ്ങളുടെ ആവിഷ്കാരങ്ങളിലേക്കും കഥകൾ മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ അങ്ങനെ കാര്യമായി കഥയിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവരുടെ ഈ സംഭാഷണങ്ങളിലൂടെ ഇവരുടെ പ്രണയാനുഭവങ്ങളെ അല്ലെങ്കിൽ ഇവരുടെ ഓർമ്മകളെയൊക്കെ അടയാളപ്പെടുത്തുകയാണ്. കഥ അവസാനിക്കുന്നത് ഗൗരി തൻ്റെ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ഒന്നും പറയാൻ കഴിയാതെ കണ്ണടിയൂരി ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ടിരുന്നു. ടവൽ നനയുന്നുണ്ടായിരുന്നു. കഥ നിർത്തി അയാൾ മിണ്ടാതിരുന്നു. ഗൗരിയും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ കൈകൾ സ്നേഹപൂർവ്വം അയാളെ ഗോപാൽപൂരിലെ കടലിന് മുകളിൽ അപ്പോഴും മേഘങ്ങളുണ്ടായിരുന്നു. സൂര്യൻ മേഘങ്ങൾക്ക് പിറകിൽ ഒളിച്ചു കളിക്കുന്നത് പോലെ തോന്നി. അവർ ക്ഷമയോടെ കാത്തിരുന്നു.
ആ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കഥയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാതെയാണ്. ഇപ്പം ആധുനികർ ഈ കഥ പറയുമ്പോൾ കഥ എന്ന് പറയുന്നത് അവരുടെ ഭാവ അനുഭവത്തെ നമ്മളിലേക്ക് എത്തിക്കുക, അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ഒന്നല്ല എന്നാണ് ഈ കാലത്തിലെ എഴുത്തുകാർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സിംഗിൻ്റെ മരണം എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതും ഇത്തരത്തിൽ ശ്രദ്ധേയമായൊരു കഥയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ MA സിലബസിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നൊരു കഥയായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഭാവങ്ങളെ, മനുഷ്യൻ്റെ ചിന്തകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് കഴിയുമായിരുന്നു. ഈ മകൻ സിംഗിൻ്റെ മരണം എന്ന് പറയുന്നത്, ശരിക്കും മകൻ സിംഗ് എന്ന് പറയുന്നത് പഞ്ചാബിലെ സിഖ് വിഭാഗത്തിൽപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ വളരുകയും പിന്നീട് അദ്ദേഹം ട്രക്ക് ഡ്രൈവറായി തീരുകയും ചെയ്യുകയാണ്. അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് കാശ്മീരിലാണ്. അപ്പോൾ കാശ്മീരിൽ ഈ അക്കാലത്ത് ഇപ്പോഴും അതങ്ങനെയാണോ എന്നറിയില്ല, കഥ നടക്കുന്ന സന്ദർഭത്തിൽ ട്രക്ക് ഡ്രൈവറായിരുന്നു. പിന്നീട് അദ്ദേഹം ബസ് ഓടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബസ് ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ വിവരങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിക്കണം. ടിക്കറ്റ് എടുത്ത ആളുകൾ മാത്രമേ പാടുള്ളൂ. പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടാവും ഇതിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം കാശ്മീരിലേക്കുള്ള ബസ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മയും മകളും വന്ന് ഒരു സഹായം ചോദിക്കുകയാണ്. അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അവരുടെ മകൻ ഇങ്ങനെ കാശ്മീരിലാണുള്ളത്, അദ്ദേഹത്തെ കാണാൻ പോകാൻ ടിക്കറ്റില്ല, ഞങ്ങളെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ്. ആദ്യം അദ്ദേഹം പറ്റില്ല എന്ന് പറയും. പിന്നീട് അദ്ദേഹം ബസ് നിർത്തിയ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ അവരുടെ ദയനീയ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും ഓർമ്മ വരികയാണ്. അങ്ങനെ അദ്ദേഹം കയറ്റി കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് വെച്ച് പിടിക്കും. നോക്കുമ്പോൾ 2 പേര് ടിക്കറ്റ് ഇല്ലാത്തവരാണ്. മുഴുവൻ കുറ്റവും ഇയാളുടെ തലയിലേക്കാണ് വരുന്നത്. അത് പോലീസുകാരെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ പഞ്ചാബികൾ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അതിനുണ്ട്. പഞ്ചാബികളെ ഇന്ത്യക്കാരായി കരുതാത്ത വിധത്തിലുള്ളൊരു സംഭാഷണമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വളരെയധികം മോശമായി ചീത്തയൊക്കെ പറയുകയും ഇവർ 2 പേരെ അവിടെ പിടിച്ചു നിർത്തി വണ്ടിയുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഇദ്ദേഹം ഒരു ഗർത്തത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വലിയ കൊക്ക പോലുള്ള സ്ഥലത്ത് വെച്ച് വാഹനം ഇടിച്ചു നിൽക്കുകയും ഇദ്ദേഹം മാത്രമായി ആ കൊക്കയിലേക്ക് വീണു പോകുന്നിടത്താണ് വേദന കൊണ്ട്, തനിക്ക് ആ സഹോദരിയെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ വേദന കൊണ്ട് അയാൾ മാത്രമായി അങ്ങോട്ട് വീണു പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. കഥയുടെ അവസാനം എങ്ങനെയാണ്? ബസ് തുരങ്കം കടന്ന ഉടനെ പതുക്കെ നിൽക്കുകയും അതിൻ്റെ വാതിൽ തുറന്ന് അയാൾ പുറത്തേക്ക് വീഴുകയും ചെയ്തു. സുന്ദരമായ കാശ്മീർ താഴ്വരയിൽ വെളിച്ചം ഓളം വെട്ടുകയായിരുന്നു. ആളുകൾ പരിഭ്രമിച്ച് പുറത്തിറങ്ങി. രാംലാലും കാവൽക്കാരും ഓടി വന്ന് നോക്കിയപ്പോൾ അയാൾ വെറും മണ്ണിൽ കിടക്കുകയായിരുന്നു. അടച്ച കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ ഒഴുകിത്താണ് താടി കെട്ടിയ ലേസ് നനയുന്നുണ്ടായിരുന്നു. യാത്രക്കാരിൽ ആരോ പറഞ്ഞു, ഈശ്വരൻ രക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മളൊക്കെ 10,000 അടി താഴെയാണ് ഇപ്പോഴുണ്ടാവുക. രാംലാൽ കുട്ടിയെപ്പോലെ കരയുകയായിരുന്നു. സർദാർജി, സർദാർജി. രാംലാലിൻ്റെ സർദാർജി ആ വിളി കേൾക്കുകയുണ്ടായില്ല. അയാൾ പഞ്ചാബിലെ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലുകൾ സ്വപ്നം കാണുകയായിരുന്നു. ഇങ്ങനെ ഒരാളുടെ സ്വത്വം, അയാളുടെ സ്നേഹം, അയാളുടെ അനുകമ്പ, ഇതൊക്കെ അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടായി വരുന്ന ഒരു സാഹചര്യത്തെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യ ഹൃദയങ്ങളുടെ അതിതീക്ഷ്ണമായ ആവിഷ്കാരങ്ങളാണ് ടി പത്മനാഭൻ്റെ കഥകൾ. നമുക്ക് ടി പത്മനാഭൻ്റെ പുസ്തക വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ വായിച്ചാൽ ഭയങ്കര പ്രതീക്ഷയൊക്കെ തരുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു അനുഭവം, വൈകാരിക ബന്ധങ്ങളുടെ അനുഭവമൊക്കെ ടി പത്മനാഭൻ്റെ കഥകളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മനസ്സിൽ കവിതയില്ലാത്തവൻ കഥ എഴുതരുതെന്നാണ്. എഴുത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ മനസ്സിൽ കവിതയില്ലാത്തവൻ കഥ എഴുതരുത്. അതൊരു പ്രത്യേക പരാമർശമാണ്. കവിതയില്ലാത്തവൻ കഥ എഴുതരുതെന്ന് പറയുമ്പോൾ കവിത പോലെ ഭാവസാന്ദ്രമാണ് കഥകൾ, അല്ലെങ്കിൽ ആ വൈകാരികത, ആ ഭാവസാന്ദ്രത, അല്ലെങ്കിൽ ആ അനുഭവം കഥയ്ക്കുണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. M. അച്യുതൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി സത്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, മാനസിക വ്യാപാരങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ രസകരമായ ധാരാളം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇത്തരത്തിൽ രസകരം എന്ന് പറയുമ്പോൾ വൈകാരികത. ഇവിടെ ആധുനികതയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റപ്പെടലും അന്യവൽക്കരണവും ശരിക്കും പറഞ്ഞാൽ ടി പത്മനാഭനിൽ വേറൊരു തരത്തിലാണ് കാണുന്നത്. MT ലോ മറ്റൊക്കെ കാണുന്ന പോലെയല്ല. പക്ഷെ വ്യക്തിയിലേക്ക് വളരെയധികം ചുരുങ്ങുന്ന, വ്യക്തിയുടെ മാനസിക തലങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ടി പത്മനാഭനിൽ കൂടുതലായിട്ട് കാണുന്നത്. അടുത്തത് MT വാസുദേവൻ നായരാണ്. ഈ കാലഘട്ടത്തിലെ എഴുത്തുകാരെ കാര്യമായിട്ട് അങ്ങനെ ഇതുവരെ എടുത്ത് ചോദിച്ചിട്ടില്ല UPSC.
ചോദിച്ചു കൂടായികയില്ല. നമ്മളങ്ങനെ ഒരു ലോങ് ടൈമിലേക്ക് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല, പക്ഷേ വളരെ ജനറലായിട്ട് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ആധുനികതയുടെ പ്രത്യേകതകൾ എന്ന രീതിയിൽ തന്നെയാണ്. ടി പത്മനാഭൻ്റെ കഥകൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായി എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എഴുത്തുകൾ അനുഭവിച്ച വലിയൊരു ക്രൈസിസ് ആയിരുന്നു വിഭജനത്തിൻ്റെ മുറിവുകൾ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അക്കാലത്ത് ഒട്ടുമിക്ക എഴുത്തുകാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ കൂടി വിശാലമായ കാഴ്ചപ്പാട് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ വേദനയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പ്രകടമായിട്ടുണ്ട്. മകൻ സിംഗിൻ്റെ മരണം അങ്ങനെ കൂടി നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒന്നാണ്. അടുത്തത് മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ തന്നെയാണ് എം ടി വാസുദേവൻ നായർ. ഇപ്പം എം ടിയെ നമ്മളൊരു ചെറുകഥാകൃത്ത് എന്ന രീതിയിൽ മാത്രമല്ല, നോവലിസ്റ്റ് അല്ലെങ്കിൽ സിനിമ തിരക്കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ കഥകൾ ധാരാളം സിനിമകളായിട്ടുണ്ട്. അദ്ദേഹം തിരക്കഥ എഴുതിയതും അല്ലാതെയും സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പത്രപ്രവർത്തകനാണ്. മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരെ പരിചയപ്പെടുത്തിയ ആളാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് എം ടി. എം ടിയുടെ കഥകളിലേക്ക് വരുമ്പോൾ ടി പത്മനാഭൻ്റെ ഒരു ലോകമല്ല എം ടിയുടേത്. ഇവർ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ലോകമുണ്ട്. ഒരു നേരത്തെ കണ്ടതുപോലെ ഒരു പൊതു ലോകം ഇവർക്ക് ആർക്കും ഇല്ല. എം ടിയുടെ ലോകം എന്ന് പറയുന്നത് ശരിക്കും 1925 നായർ ആക്ട് എന്ന് പറഞ്ഞ ബില്ല് നടപ്പാക്കുന്നത്. അതുവരെ നായർ കുടുംബങ്ങളിൽ മരുമക്കത്തായമാണ് നിലനിന്നിരുന്നത്. അത് മക്കത്തായത്തിലേക്ക് മാറുന്നത് 1925 ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കിയെങ്കിലും അത് തിരുവിതാംകൂറിൽ ആദ്യം പാസ്സാക്കുന്നു, പിന്നീടാണ് അത് വരുന്നത്. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാവുന്നില്ല. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന നമ്മുടെ കാലങ്ങളായി പിന്തുടരുന്ന രീതിയാണ്. മരുമക്കത്തായം എന്ന് പറയുന്ന നായർ തറവാടുകളിൽ പണ്ട് സ്ത്രീകൾക്കാണ് സ്വത്തവകാശം. അമ്മ വഴിയാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്പൂതിരിമാരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. കാരണം നമ്പൂതിരിമാർ നായർ സ്ത്രീകളുമായിട്ട് സംബന്ധമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ സംബന്ധത്തിന് വരുന്ന നമ്പൂതിരിമാർ സ്വാഭാവികം അവർക്ക് മക്കളുണ്ടാവും. അവർ രാത്രി വന്ന് പകൽ തിരിച്ചു പോകും. അവരുടെ മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ നായർ സ്ത്രീകൾ മക്കളെ വളർത്താനും മറ്റുമൊക്കെ ആയിട്ടാണ് അക്കാലത്ത് ഈ സ്വത്തവകാശം അവരുടെ പേരിൽ ഇങ്ങനെ കൈമാറ്റം. അതിനെയാണ് നമ്മൾ മരുമക്കത്തായം എന്ന് പറയുന്നത്. പിന്നീട് ഈ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് സമൂഹം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് മരുമക്കത്തായം നിർത്തലാക്കിക്കൊണ്ടുള്ള ബില്ലും ആക്റ്റും ഒക്കെ വരുന്നുണ്ട്. സംബന്ധം നിർത്തലാക്കാനും ഒക്കെ അക്കാലത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ 1925 ഇങ്ങനെ ഒരു നിയമം വന്നാലും അതൊന്ന് ഒറ്റയടിക്ക് ഇപ്പോൾ പോലും ഒരു നിയമം വന്നാൽ അത്ര പെട്ടെന്ന് പ്രാബല്യത്തിൽ വരില്ല. പൊതുസമൂഹം അതിനോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ മാറും. അപ്പോൾ ഈ എം ടിയുടെ ബാല്യകാലം ശരിക്കും ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. പക്ഷേ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറുന്ന ഒരു നായർ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ഒരു പശ്ചാത്തലം എം ടിയുടെ ബാല്യകാല അനുഭവങ്ങളിലുണ്ട്. ഇത് പലതരത്തിൽ എം ടിയുടെ കഥകളിൽ കടന്നു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ബാല്യം മുതൽ പിന്നീട് അങ്ങോട്ട് താൻ കണ്ടതും അനുഭവിച്ചതുമായ വ്യക്തി അനുഭവങ്ങളുടെ അതിതീക്ഷ്ണമായ ആവിഷ്കാരമാണ് എം ടി കഥകൾ. ഈ എം ടി കഥകളിൽ ഈ ബാല്യത്തെക്കുറിച്ച് പറയാൻ കാരണം ഒരുപാട് കഥകളിൽ എം ടിയിൽ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കുട്ടിയെ കാണാം. വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടി. അത് അക്കാലത്തെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. കുട്ടികൾ തീരെ വിലയില്ലാത്തവരാണ്. ഇപ്പോൾ കുടുംബങ്ങളുടെ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആകർഷകം അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നത് കുട്ടികൾക്കും മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ അന്നെന്ന് പറയുന്നത് മുതിർന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനേ സമയമില്ല. അതിനിടയിൽ കുട്ടികൾ എന്ന് പറയുന്നത് മിക്കവാറും അവരെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ എം ടിയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. ഈ കുട്ടിയായിരുന്ന കാലത്ത് അത് എം ടിയുടെ കഥകളിൽ ധാരാളമായി കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന പലതരം സംഘർഷങ്ങൾ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള വാനപ്രസ്ഥം എന്ന് പറയുന്ന പുസ്തകം പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു കഥയിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നാണ് കഥയുടെ പേര്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള കഥയാണ്. അപ്പോൾ അതിലൊരു കുട്ടി തൻ്റെ വീട്ടിൽ താൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, മുതിർന്നവരാരും തന്നെ ഗവനിക്കുന്നില്ല, തൻ്റെ ഇഷ്ടങ്ങൾ ഗവനിക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ വന്ന് ചീത്ത പറയുന്നു. ഇതിനെ മറികടക്കാൻ കുട്ടി സ്വന്തം തനിക്കൊരു കൂട്ടിനെ കണ്ടെത്താൻ അന്വേഷിച്ചിറങ്ങാണ്. ഒടുവിൽ ഒരു യക്ഷിയെ, ഒരു പ്രേതത്തെ, അല്ലെങ്കിൽ അക്കാലത്ത് യക്ഷി എന്നൊക്കെ പറഞ്ഞ സങ്കല്പം ആ കുട്ടിക്ക് കൂട്ടായിട്ട് വരുവാണ്. കഥ നിങ്ങൾ വായിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായിട്ട് എം ടിയുടെ കഥകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥയിൽ ഇതേപോലെ തന്നെ നമ്മൾ ഓറിയൻറ്റേഷൻ എടുത്ത ദിവസം അങ്ങനെ സൂചിപ്പിച്ചൊരു കഥയാണ്. ഒരു കുട്ടി അച്ഛൻ സിലോണിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. വീട്ടിലെല്ലാവരും വലിയ ആനന്ദത്തിലാണ്. അച്ഛൻ വന്നു കഴിയുമ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും കൂടി വരുവാണ്. ഈ ഒരു ക്രൈസിസും അക്കാലത്ത് ഈ എം ടിയുടെ കഥകളിൽ ധാരാളം കടന്നു വരുന്നുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ എം ടി വളരെ ചെറിയ പ്രായം മുതൽ കണ്ടു വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ അച്ഛനും കുടുംബത്തിലുമൊക്കെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ ഇത്തരം ബന്ധങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഈ
സാൻമാർഗിക സങ്കല്പങ്ങളെ മറികടന്നുകൊണ്ടുള്ള വ്യക്തിബന്ധങ്ങൾ, അച്ഛൻ അത്തരം ഒരു ബന്ധമുണ്ടായതായിട്ടും പിന്നീട് ആ കുട്ടീനെ കാണാൻ പോകുന്നതൊക്കെ ആയിട്ട് മറ്റൊരു കഥയിലും പറയുന്നുണ്ട്, തൻ്റെ സഹോദരിയായിട്ടുള്ള പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തരം കുട്ടികളുടെ അനുഭവങ്ങൾ മുതിർന്നവർ തങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ, അവഗണിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം MT കഥകളിൽ നമുക്ക് ധാരാളം കാണാം. മറ്റൊന്ന്, MTയുടെ കഥകളിൽ കടന്നു വരുന്ന നായർ തറവാടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കടന്നു വരുന്ന പലതരം ബന്ധങ്ങളെക്കുറിച്ചും പലതരം ക്രൈസിസുകളെക്കുറിച്ചും വ്യക്തികൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും കഥകളുണ്ട്. അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ. ഓപ്പോൾ എന്ന് പറയുന്ന കഥ ഇക്കാലത്ത് ഇതൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു വൈകാരികതയിൽ വായിക്കുമ്പോൾ ഇതിൻ്റെ തെറ്റും ശരിയൊക്കെ നമുക്കൊരു പ്രശ്നമായി മാറും. ഓപ്പോൾ എന്ന് പറയുന്ന കഥയിൽ, ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ കുട്ടിക്ക് എന്നും ഓപ്പോളാണ് ആ കുട്ടിയുടെ എല്ലാം. ചെറുപ്പം മുതൽ എല്ലാം ഓപ്പോളാണ് ചെയ്യിപ്പിക്കുന്നത്. ഓപ്പോൾ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് അർത്ഥം. സിനിമ കണ്ടിട്ടുണ്ടോ? ഓപ്പോൾ എന്നുള്ള സിനിമയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് തന്നെയാണോന്ന് അറിയില്ല, സിനിമയായിട്ടുണ്ട്. കുട്ടിക്ക് എല്ലാം ഭക്ഷണം വാരി കൊടുക്കുന്നത്, കുട്ടിയെ സ്കൂളിൽ വിടുന്നത് എല്ലാം ഓപ്പോളാണ്. ഒരു ദിവസം കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ ഓപ്പോളില്ല. ഓപ്പോൾ കല്യാണം കഴിഞ്ഞു പോയി. അത് ആ കുട്ടിക്ക് ഉൾക്കൊള്ളാം. കുട്ടിയുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ തന്നോട് പറയാതെ പോയി, തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഓപ്പോൾ എന്ന കുട്ടി വിളിക്കുന്ന കുട്ടിയുടെ അമ്മയെ തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മയാണ് വിവാഹത്തിന് മുമ്പ് ആ പെൺകുട്ടി പ്രസവിച്ച കുട്ടിയോട് തൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് കുട്ടിയെ വളർത്തുവാണ്. അപ്പോൾ അവസാനം സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ കൊണ്ടുവരാൻ ഭർത്താവ് അനുവദിക്കുന്നതൊക്കെ ആയിട്ടാണ്. കഥയിൽ ഭർത്താവ് അറിയുന്നു ഇങ്ങനൊരു കുട്ടിയുണ്ട് എന്നറിയുന്നതായിട്ട് ദൂരത്തേക്ക് കല്യാണം കഴിച്ച് വിടുവാണ്. ഇതാണ് ഓപ്പോൾ എന്ന് പറയുന്ന കഥ. അപ്പോൾ ഇതൊക്കെ നമുക്കിതിലെ തെറ്റും ശരികളും ഇതിൻ്റെ വൈകാരികത, ആ കുട്ടിയുടെ ക്രൈസിസ്, ഇതൊക്കെ വളരെ വൈകാരികമായി അദ്ദേഹം തൻ്റെ കഥകളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൗരി പോലത്തെ സമാനമായ കഥയാണ് MT എഴുതിയിരിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള വാനപ്രസ്ഥം. അക്കാലത്തെ എഴുത്തുകാരിലൊക്കെ ഈ സാമൂഹിക സദാചാരത്തെ അല്ലെങ്കിൽ കുടുംബ സങ്കല്പത്തെ ഇതിനൊക്കെ വെല്ലുവിളിക്കാനുള്ളൊരു ശ്രമമുണ്ട്. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന കഥയിൽ കരുണാകരൻ മാഷും വിനോദിനി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയുമാണ് കഥാപാത്രം. കരുണാകരൻ മാഷ പഠിപ്പിച്ച പെൺകുട്ടിയാണ് വിനോദിനി. അക്കാലത്ത് പഠിപ്പിക്കുന്ന കാലത്ത് കരുണാകരൻ മാഷിന് വിനോദിനിയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്നത് പ്രകടിപ്പിക്കാനൊന്നും കഴിയുന്നില്ല മാഷ് എന്ന രീതിയിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ ഇടയ്ക്ക് വിനോദിനി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇവരിടയ്ക്ക് കത്തുകൾ എഴുതുന്നു. അങ്ങനെ കരുണാകരൻ മാഷിന് 56 വയസ്സായപ്പോൾ 56 വയസ്സായപ്പോൾ വിനോദിനിയുടെ ഒരു കത്ത് കിട്ടുവാണ്. ഞാൻ ഇന്ന ദിവസം മൂകാംബികയിലേക്ക് പോകുന്നുണ്ട്, മാഷും വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കത്ത് കിട്ടി മാഷ് വിനോദിനിയെ കാണാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ യാത്രയാണ് ആ കഥ. ഇവരവിടെ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടുകയും പിന്നീട് ആ യാത്രയിൽ അവർ പങ്കുവയ്ക്കുന്ന ഓർമ്മകളിൽ ഇവരുടെ ബാല്യം എന്നല്ല, ഈ കുട്ടിയുടെ കൗമാരകാലവും അക്കാലത്ത് മാഷിനോട് ആ കുട്ടിക്കുണ്ടായിരുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ യാത്രയിൽ അവർ പങ്കുവയ്ക്കുകയാണ്. ശരിക്കും വലിയ വിവാദമാകാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടാത്തൊരു സങ്കല്പം ആ കഥയിലുണ്ട്, മാഷും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള. പക്ഷെ ആ കഥ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഥയാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് അങ്ങനെയാണോ തോന്നുന്നത് നമ്മൾ പരിശോധിക്കണം. പക്ഷേ MTയുടെ ആ ഭാഷയിൽ ആ അടയാളപ്പെടുത്തലിൽ ഒരു ആധ്യാത്മിക പ്രണയം എന്നൊക്കെയാണ് ചിലർ അതിനെക്കുറിച്ച് ആ കഥാവായനയിലൂടെ കടന്നു പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ മനസ്സിനെ നമ്മൾ അങ്ങനെ ഈ സദാചാരം കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ തോന്നലുകളെ തെറ്റോ ശരിയോ എന്ന് ആധുനികർ ചിന്തിക്കുന്നില്ല. തോന്നലുകളെ അവതരിപ്പിക്കുകയാണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതേപോലെ സ്നേഹരാഹിത്യം അനുഭവിക്കുന്ന മനസ്സുകളുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന MTയുടെ വളരെ പ്രശസ്തമായ കഥയാണ്. ഇതിൽ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. വേലായുധന് ഭ്രാന്താണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ വേലായുധനെ സൂക്ഷിച്ചു നോക്കിയാൽ വേലായുധന് വേണമെങ്കിൽ നമ്മുടെ ഒരു പ്രായോഗിക ബുദ്ധി വളർച്ചയില്ല എന്ന് നമുക്ക് പറയാം. വേലായുധൻ്റെ പ്രവർത്തികളിൽ ചിന്തകളിലൊക്കെ ഒരു കുട്ടിയെ പോലെയാണ്. പക്ഷേ നമ്മളതിന് എന്താണ് ഭ്രാന്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ശരിയായ ബോധം ഏതാണെന്നുള്ളത് നമുക്കങ്ങനെ നിർവചിക്കാനൊന്നും പറ്റില്ല. വേലായുധൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് പലർക്കും പല പ്രശ്നങ്ങളായിട്ട് വേലായുധന് തോന്നും. വേലായുധനെ അമ്മാവനാണ് കുളിപ്പിക്കുന്നത്. വേലായുധൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അമ്മാവൻ നല്ല അടി വെച്ച് കൊടുക്കും. ഒരു ദിവസം അമ്മാവൻ കുളിപ്പിക്കാൻ എടുത്തു വെച്ച വെള്ളമുള്ള പാത്രം വേലായുധൻ ഇങ്ങനെ മറിച്ച് കളയും വെള്ളം. എന്നിട്ട് വേലായുധൻ നോക്കുന്നത് ഒരു വലിയ നദിയായി ഇത് ഒഴുകി പോകുന്നത് അയാൾ നോക്കി നിന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അയാളുടെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഈ കഥയുടെ അവസാനത്തേക്ക് വരുമ്പോൾ എല്ലാവരും വേലായുധനെ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോഴും വേലായുധന് വലിയ ഇഷ്ടമുള്ളൊരു ഒരു പെൺകുട്ടിയുണ്ട്, അമ്മുക്കുട്ടി എന്നാണ് പറയുന്നത്. അമ്മു മാത്രം തന്നോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് അയാൾക്ക് നിർബന്ധമുള്ളൂ. അങ്ങനെ ഇദ്ദേഹം അമ്മുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയും അമ്മുവിൻ്റെ പുറകെ നടക്കുകയും അമ്മു സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ പറയുകയും അത് അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകുകയും ചെയ്യുകയാണ്. ഒടുവിൽ ഇദ്ദേഹത്തിന് ഭ്രാന്ത് കൂടിയെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട്
കുറേ ദിവസം കിടന്ന് അവസാനം ഇദ്ദേഹം ചങ്ങല പൊട്ടിച്ച് അമ്മുക്കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന വേലായുധനെ കാണുമ്പോൾ നാട്ടിലെല്ലാവരും എന്തേ ഭ്രാന്തൻ പോകുന്നു, ആ ശബ്ദവും ഇതൊക്കെ കേട്ട് ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞിങ്ങനെ പറയുകയും ഒടുവിൽ ഇദ്ദേഹം അതൊന്നും ഗൗനിക്കുന്നില്ല, നേരെ അമ്മുക്കുട്ടിയുടെ അടുത്തേക്കാണ് പോകണേ. അപ്പം അമ്മുക്കുട്ടി അവിടെ ചെല്ലുമ്പോൾ എന്താ ഭ്രാന്ത് കൂടിയിട്ട് കാണിക്കുന്നേ എന്ന തരത്തിൽ ചോദിക്കുകയും അത് കേട്ട് അദ്ദേഹം തന്നെ പോയി എന്നെ ചങ്ങലിക്കിടൂ, ഞാൻ ഭ്രാന്തനാണെന്ന് പറയുകയാണ് കഥയിൽ ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്നാണ് കഥയുടെ പേര്. ഈ ഇതൊക്കെ MT തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണെന്നൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ പരാതി ഉണ്ടായിരുന്നു പറഞ്ഞു, കുടുംബത്തിലെ കഥകളാണ് മുഴുവൻ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞ്. അതുപോലെ MTയുടെ വ്യക്തി ജീവിതവും പല കഥകളിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് ചിലരൊക്കെ നിരീക്ഷിക്കാറുണ്ട്. ഇപ്പം MTക്ക് വിവാഹം കഴിച്ചൊരു ഭാര്യയും കുടുംബവും ഉണ്ട്. അതുകൂടാതെ MTയുടെ ഒരു മകൾ എന്ന് പറയുന്ന ഈ മനോരഥങ്ങൾ എന്ന് പറയുന്ന MTയുടെ കഥകളുടെ ഒരു സീരീസ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സംവിധായികയും പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു അശ്വതി എന്ന് പറയുന്നത് MTയുടെ വിവാഹേതര ബന്ധത്തിലെ ഒരു മകളാണ്. അപ്പോൾ ഈ വിവാഹേതര ബന്ധം, വിവാഹം, ഇതിനെയൊക്കെ ഇവർ പൊളിച്ചെഴുതാനുള്ളൊരു ശ്രമം അക്കാലത്തെ എഴുത്തുകാർ നടത്തുന്നുണ്ട്. ആ സദാചാര സങ്കല്പങ്ങളെ പൊളിക്കുക, നമ്മളതിനെ സദാചാര ബോധം എന്നാണ് ശരിക്കും പറയുന്നത്, ഏകഭാര്യ സങ്കല്പമൊക്കെ, അതിനെ പൊളിക്കുക എന്നുള്ളത് MTയുടെയൊക്കെ എഴുത്തിൽ നമുക്ക് ധാരാളം കാണാം. പിന്നെ മലയാളത്തിലെ ശ്രദ്ധേയമായ കഥകൾ, സിനിമകളൊക്കെ MTയുടേതായിട്ടുണ്ട്. പിന്നെ MTയുടെ കഥകളുടെ മറ്റൊരു പ്രത്യേകത, MTയുടെ കഥാപാത്രങ്ങൾ വലിയ അന്തർമുഖരാണ്. എല്ലാവരും ഉള്ളിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം കഥാപാത്രങ്ങളിൽ കാണാം. നമുക്ക് വായിക്കുന്ന കഥകളിലെല്ലാം ഉണ്ട്. തങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകും. സ്വത്വപ്രതിസന്ധി എന്ന് നമ്മൾ പറയുന്ന കാര്യം MTയിൽ വളരെ ശക്തമാണ്. തുറന്നു പറയാൻ കഴിയാതെ അന്തർമുഖരായി പോകുന്ന വ്യക്തികളെ കഥകളിൽ അവതരിപ്പിക്കുന്ന രീതി നമുക്ക് കാണാം. നമ്മൾ അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന വാനപ്രസ്ഥം എന്ന് പറയുന്ന കഥയാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ MTയെ വളരെ കുറച്ചും കൂടി വിശദമായിട്ട് എഴുത്തുകാരെന്ന രീതിയിലും കഥകളുമൊക്കെ ഒന്ന് പരിചയപ്പെടും. ഈ കൂട്ടത്തിൽ വരുന്ന, ആധുനികതയുടെ കൂട്ടത്തിൽ വരുന്ന മൂന്നാമത്തെ എഴുത്തുകാരി എന്ന് പറയുന്ന മാധവിക്കുട്ടിയ. വീണ്ടും ഒരു എഴുത്തുകാരി വരുവാണ്. നമ്മൾ ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മയും കണ്ടതിന് ശേഷം എഴുത്തുകാരിയാണ്. മാധവിക്കുട്ടി മലയാളത്തിൽ ഈ പറഞ്ഞതുപോലെ ധാരാളം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള എഴുത്തുകാരിയാണ്. അത് പുരുഷ വിദ്വേഷി എന്ന രീതിയിലൊന്നും അല്ല, തുറന്നെഴുത്തുകളുടെ ഒരു കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇക്കാലത്തെ പുരുഷന്മാരൊക്കെ ഇങ്ങനെ എഴുതുന്നതിൽ വലിയ കുഴപ്പമില്ല, സ്ത്രീകൾ ഇത്രയ്ക്കൊക്കെ എഴുതണോ എന്നൊരു ചിന്തയുടെ പുറത്തൊക്കെ ആയിരിക്കണം മാധവിക്കുട്ടി വിമർശനങ്ങൾ നേരിട്ടില്ല. മാധവിക്കുട്ടിയുടെ ശരിക്കും ഏറ്റവും ശക്തമായി വിമർശനം നേരിടുന്ന പുസ്തകം അവരുടെ ആത്മകഥയായിട്ട് അറിയപ്പെടുന്ന എൻ്റെ കഥയാണ്. എൻ്റെ കഥ വായിച്ചിട്ട് അതിൽ എൻ്റെ കഥയിൽ അവരിങ്ങനെ പറയുന്നൊരു കാര്യം, അവർ വിവാഹം കഴിഞ്ഞിട്ടും അവർക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുന്നതും അവരുമായ പ്രണയത്തിൽ അവർ കുറേ കാലം കഴിയുന്നതൊക്കെ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ശരിക്കും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കഥ ആത്മകഥയൊന്നുമല്ല, ഒരു പുസ്തകം കഥയായിട്ട് എഴുതി, അപ്പോൾ പ്രസാധകരത് വായിച്ചിട്ട് ഇതിന് ആത്മകഥ എന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റീച്ച് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ പോലെ തന്നെ അന്നത്തെ പ്രസാധകരുടെ ഒരു ആശയത്തിൽ കഥകൾ എന്നുള്ളിടത്ത് ആത്മകഥ എന്ന് ചേർത്തു എന്നേ ഉള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണേലും അവരുടെ ആത്മകഥയായിട്ട് നിർമ്മാതളം പൂത്തകാലവും ആത്മകഥയായിട്ട് നമ്മൾ കരുതാറുണ്ട്. കഥകളിലേക്ക് വരുമ്പോൾ മാധവിക്കുട്ടി ശരിക്കും സ്ത്രീ സ്വത്വാവിഷ്കാരത്തെ, അല്ലെങ്കിൽ സ്ത്രീ ചിന്തകളെ, അല്ലെങ്കിൽ സ്ത്രീയുടെ അടയാളപ്പെടുത്തലുകളെ മലയാളത്തിൽ ഏറ്റവും ശക്തമായി ആവിഷ്കരിച്ചൊരു എഴുത്തുകാരിയാണ്. നമ്മൾ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാതൃത്വവും സ്ത്രീയുടെ തുല്യതയുമാണ് പറഞ്ഞതെങ്കിൽ, സരസ്വതി അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സരസ്വതി അമ്മ കുറേ കൂടി എതിരായിരുന്നു, പുരുഷ അധികാരങ്ങൾക്കെതിരെ, സാമൂഹിക നിയമങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. മാധവിക്കുട്ടിയിലേക്ക് വരുമ്പോൾ മാധവിക്കുട്ടി സ്ത്രീയെ ഈ പുരുഷ സങ്കല്പത്തിൽ നോക്കിക്കാണുന്ന സ്ത്രീയിൽ നിന്നും മാറി സ്ത്രീയുടെ സ്വത്വത്തെ കുറേ കൂടി ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. സ്ത്രീയുടെ ശരീരത്തെ ഒരു സ്ത്രീ തന്നെ ആവിഷ്കരിക്കുന്നത് മാധവിക്കുട്ടിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ സ്ത്രീകളെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പുരുഷന്മാർ പറയാൻ, അതുവരെ സാഹിത്യത്തിൽ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന വാക്കുകളെ മറ്റൊരു തലത്തിൽ മാധവിക്കുട്ടി കഥകളിലേക്ക് വേണ്ടി. ഇന്നിപ്പോൾ സ്ത്രീയുടെ മുലകൾ എന്ന് പറയുന്നതൊക്കെ ഒരു ആദ്യകാലത്ത് പുരുഷൻ സ്ത്രീയുടെ വർണ്ണനകളെക്കുറിച്ച് പറഞ്ഞാണെങ്കിൽ അതിൽ സ്ത്രീ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിൻ്റെ ശരീരഭാഗങ്ങളെ, ശരീര സൗന്ദര്യം, നമുക്ക് ഇന്നതൊന്നും ഇന്ന് നമ്മളതിനെ നോർമലായിട്ട് നമുക്കിതൊക്കെ പറയാം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു പൊതുബോധമുണ്ട്. മാധവിക്കുട്ടി 1950 60കളിലൊക്കെ ഇത് എഴുതുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന സ്വന്തം ശരീരത്തെക്കുറിച്ച്, അതൊരു പുരുഷന്റെ കാഴ്ചയിലല്ല, അത് സൗന്ദര്യവൽക്കരിക്കപ്പെട്ടൊന്നല്ല, അത് ഒരു സ്ത്രീയുടെ സ്വത്വവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തെ സ്വത്വാവിഷ്കാരത്തിലൂടെ അടയാളപ്പെടുത്തുകയും ശരീരത്തിൻ്റെ ശക്തിയെക്കുറിച്ചും സ്ത്രീയുടെ ഐഡന്റിറ്റിയെക്കുറിച്ചും, സ്ത്രീ ഒരു പുരുഷനെ എങ്ങനെ നോക്കിക്കാണുന്നു, സ്ത്രീ കാണുന്ന സൗന്ദര്യം എന്താണ് പുരുഷനിൽ,
ഇതിനു മുമ്പ് സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുരുഷന്മാരെ എങ്ങനെ സ്ത്രീകൾ നോക്കിക്കാണുന്നു എന്ന്, അല്ലെങ്കിൽ സ്ത്രീകൾ കാണാൻ ആഗ്രഹിക്കുന്ന പുരുഷ സൗന്ദര്യം എന്തെന്ന് കഥയിലൊന്നും നമ്മൾ കാണുന്നില്ല. അതിനെ കഥകളിലേക്ക് കൊണ്ടുവരികയാണ് മാധവിക്കുട്ടി ചെയ്തത്. മാധവിക്കുട്ടിയുടെ കഥകളിൽ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് തന്നെയാണ് അവരേറെക്കുറെ, അല്ലെങ്കിൽ അതിനൊരു സരസ്വതി അമ്മയെ പോലെയല്ല. അതേസമയം സ്ത്രീക്ക് ലളിതാംബിക അന്തർജനത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൊരു സമാന്തരമായി പോകുന്ന ഒരു ആശയമാണെങ്കിൽ മാധവിക്കുട്ടിക്ക് സ്ത്രീക്ക് പുരുഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. അവരുടെ ചന്ദനമരങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ സ്ത്രീയും തമ്മിലുള്ള പ്രണയത്തെ നമ്മൾ ഇന്ന് ലെസ്ബിയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വവർഗ അനുരാഗത്തിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ആനന്ദം എന്ന് പറയുന്നത് എപ്പോഴും അത് പുരുഷനിലാവണമെന്നില്ല എന്നുള്ളത് മാധവിക്കുട്ടി ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ സ്ത്രീയുടെ സ്വത്വത്തെ കുറെ കൂടി വ്യത്യസ്തമായി നോക്കിക്കണ്ടു. അതുപോലെ പല ഭാവങ്ങളെ, സ്ത്രീ സംബന്ധമായ മാതൃത്വം വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള ധാരാളം കഥകളുണ്ട്. നെയ്പ്പായസം ഒരു പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പണ്ടുകാലത്ത് സിലബസിലുണ്ടായിരുന്നൊരു കഥയായിരുന്നു. ഒരു അമ്മയും അച്ഛനും 2 കുട്ടികളും. അപ്പോൾ ഈ കുട്ടികൾക്ക് നെയ്പ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അമ്മയോട് നെയ്പ്പായസം വേണം എന്ന്. അങ്ങനെ ഈ അമ്മ നെയ്പ്പായസമൊക്കെ ഉണ്ടാക്കുകയും നെയ്പ്പായസം ഉണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് അമ്മ മരണപ്പെടുകയും ചെയ്യാണ്. അച്ഛൻ മക്കളോട് ഇതെങ്ങനെ പറയുമെന്നറിയാതെ അമ്മയെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി തിരിച്ചു വരുമ്പോൾ മക്കൾ അമ്മ ഉണ്ടാക്കി വെച്ച നെയ്പ്പായസം എടുത്ത് കഴിക്കുന്നു, അമ്മയെ അന്വേഷിക്കുന്നു. ഒരു വൈകാരികമായൊരു സന്ദർഭത്തെ അമ്മയുടെ സ്നേഹവും നെയ്പ്പായസവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ മാതൃത്വം മാധവിക്കുട്ടിയുടെ കഥകളിൽ കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാനപ്രസ്ഥം പോലെ ഗൗരി പോലത്തെ ഒരു കഥ മാധവിക്കുട്ടിക്കുമുണ്ട്. തരിശുനിലം എന്നാണ് ആ കഥയുടെ പേര്. അതിൽ ഈ ആദ്യത്തെ കഥയിൽ പുരുഷൻ അവിവാഹിതനായിരുന്നു പത്മനാഭൻ എഴുതിയപ്പോൾ. MT എഴുതിയ സമയത്ത് കരുണാകരൻ മാഷ് വിവാഹിതനും ഈ പറയുന്ന വിനോദിനി അവിവാഹിതയാണ്. പക്ഷെ വിനോദിനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല കരുണാകരൻ മാഷിനോട് സ്നേഹത്തെക്കുറിച്ചൊന്നും തുറന്നു പറയാൻ. മാധവിക്കുട്ടി എഴുതിയപ്പോൾ സ്ത്രീ കഥാപാത്രം അവിവാഹിതയും പുരുഷൻ വിവാഹിതനുമാണ്. പുരുഷൻ വിവാഹിതനായതുകൊണ്ട് തന്നെ പുരുഷന് ഇവർ തമ്മിൽ വീണ്ടുമുള്ള സമാഗമം ഭയമാണ്. ഇവരിടയ്ക്ക് കത്തെഴുതും, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇവർ പ്രണയത്തിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പുരുഷൻ മറ്റൊരു വിവാഹം കഴിച്ചു. പക്ഷേ ആ പെൺകുട്ടി ഇന്നും അയാളോടുള്ള പ്രണയം, അവർക്ക് ആ പ്രണയമുണ്ട്. അപ്പോൾ ഇവരിടയ്ക്ക് വല്ലപ്പോഴും കാണുന്ന സമയത്തൊക്കെ പുരുഷന് ഭയമാണ് ചുറ്റുള്ള ആരെങ്കിലും കാണുമെന്ന്. അയാൾ വേഗം തിരിച്ചു പോകാൻ തിരക്ക് കൂട്ടും. ഇങ്ങനെ ഇവർ കത്തെഴുതുമ്പോൾ വല്ലപ്പോഴൊക്കെ അയാൾ ബസ് കയറിയൊക്കെ വരും ഇവരെ കാണാൻ വേണ്ടി. ബീച്ചിലൊക്കെ വെച്ച് ഇവർ കണ്ടുമുട്ടും. അങ്ങനെ അവസാനം കാണുന്ന ഈ കഥയുടെ ആരംഭം, അവസാനത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇവർ കത്തെഴുതി വരികയും ഇവർ പഴയ പോലെ ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടുകയും അതിനുശേഷം ഇവർ ഈ തൻ്റെ കാമുകനോട് പറയുകയാണ്, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ പോകാൻ ഇങ്ങനെ തിരക്കൂട്ടി നിൽക്കുന്ന സമയത്താണ്, നീ വേഗം കുറച്ച് സമയമായി നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം വീണ്ടും അതിന് കൂടുതൽ ഭയചകിതനാവുകയും ഇവർ പെട്ടെന്ന് അന്ന് വേഗം പോകാമെന്ന് പറഞ്ഞ് പോവുകയും അന്ന് രാത്രി ഇവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ്. സ്ത്രീ ആത്മഹത്യ മരണത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ധൈര്യം, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾ കുറെ കൂടി ധൈര്യമുള്ളവരായി, ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന മാറ്റമാണ്. അത് കാലഘട്ടത്തിൻ്റെയും കൂടി മാറ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. തരിശുനിലത്തിൻ്റെ അവസാനം അത്തരത്തിലുള്ളൊരു ദുരന്തമായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അതുപോലെ മലയാളത്തിൽ മാധവിക്കുട്ടിയുടെ എഴുത്തിലാണ് നപുംസകം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് മാധവിക്കുട്ടി മലയാളത്തിൽ ഹിജടകളെ കുറിച്ച് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന, അക്കാലത്ത് അവരൊന്നും ഒട്ടും സാഹിത്യത്തിലൊന്നും കാണാത്തൊരു കാലത്ത് അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ച് മാധവിക്കുട്ടി കഥ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ലിംഗപരമായ വ്യതിയാനങ്ങളെ, സ്ത്രീ പുരുഷ അസമത്വങ്ങളെയൊക്കെ കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു അക്കാലത്തെ വളരെ പുരോഗമനപരമായി ചിന്തിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ പക്ഷിയുടെ മണം, അതൊരു പക്ഷിയുടെ മണവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കഥയാണ്. അതുപോലെ ധാരാളം മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ധാരാളം സംഭവങ്ങളെ കഥകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മരണത്തിൻ്റെ തീക്ഷ്ണത അല്ലെങ്കിൽ തീവ്രത, മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരാളുടെ അനുഭവം, അങ്ങനെ വൈകാരികത, വ്യക്തിബന്ധങ്ങളൊക്കെ കഥയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ ഇവിടെ ചെറിയ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ സ്വത്വാവിഷ്കാരത്തിന് പുതിയ മാനങ്ങൾ, സ്ത്രീ ശരീരവും മനസ്സും തുറന്ന എഴുത്തുകൾക്ക് വിധേയമായി. മാധവിക്കുട്ടിയുടെ സ്ത്രീകൾ പുരുഷനൊപ്പം നിൽക്കുന്നവരാണ്. ചിലർക്ക് പുരുഷന്മാരെക്കാൾ ധൈര്യം കാണാം. സദാചാര ഭയമല്ലാത്ത എഴുത്തുകാരി, സ്ത്രൈണകാമത്തിൻ്റെ തുറന്നെഴുത്ത്, പരുന്തുകൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ സ്ത്രീയുടെ കാമത്തെക്കുറിച്ച്, അവരാഗ്രഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള കഥയാണ്. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ
ഇതൊന്നും അത്ര വലിയ നമുക്കൊരു പക്ഷേ നമ്മുടെ പൊതുബോധത്തിൽ അല്ലെങ്കിൽ ഒന്നും വലിയ സംഭവങ്ങളായിരിക്കില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ എഴുത്തിൽ അത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മൾ അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് പറയുന്ന ആധുനികതയുടെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ നമ്മൾ പരിശോധിക്കുന്നത്, ഇവരങ്ങനെ വലിയ രീതിയിലൊന്നും എടുത്തു ചോദിക്കാൻ ചെറുകഥയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സാധ്യതയില്ല. എന്നാൽ നമ്മൾ എഴുത്തുകാരെ ഒന്ന് പരിചയപ്പെടാം. ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മോഡേണിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശക്തമായി അടയാളപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. എം മുകുന്ദൻ, കാക്കനാടൻ, ഒ വി വിജയൻ മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരാണ്. ഇവർ 3 പേരും ഈ ഘട്ടത്തിലാണ്. ഇവർ കുറേ കൂടി അവർ തുടങ്ങി വെച്ചൊരു മാറ്റത്തെ ഇവർ കുറേ കൂടി ശക്തമാക്കുക. കാക്കനാടൻ തൻ്റെ കഥകളെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഈ മുകളിലെ 3 പേരുടെ കൃതികളിലും ധാരാളം വിഷമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വലിയ രീതിയിൽ അവർ ആവിഷ്കരിക്കുന്നുണ്ട്, വ്യക്തിബന്ധങ്ങളിലൊക്കെ കടന്നു വരുന്നത്. ഞങ്ങൾക്ക് മോഹങ്ങളില്ല, അതുകൊണ്ട് മോഹഭംഗങ്ങളുമില്ല എന്നാണ് കാക്കനാടൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മോഹങ്ങളില്ല, അതുകൊണ്ട് മോഹഭംഗങ്ങളുമില്ല. ജീവിതത്തിൻ്റെ നിരാശയോടെയോ വിഷമത്തോടെയോ നഷ്ടപ്പെടലായിട്ടൊന്നും കാണാൻ അവർ തയ്യാറല്ല. ജീവിതത്തിൻ്റെ ഏതു സംഭവങ്ങളെയും അതിനെ അതായിട്ട് കണ്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ ശ്രമിക്കുക. ജന്മവാസനയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജം. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഉള്ളിൽ പലതരത്തിലുള്ള ജന്മവാസനകളുണ്ട്. അതിനെ ആ രീതിയിൽ അതിനെ സദാചാരപരമായി അടുക്കി വെക്കാതെ അല്ലെങ്കിൽ ഭയത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം തോന്നിയാൽ സ്നേഹം പ്രകടിപ്പിക്കണം, കാമം തോന്നിയാൽ കാമം പ്രകടിപ്പിക്കണം. ഇത് ഇവരുടെ കഥകളിലൂടെ അവർ ഇതൊന്നും അത്ര പാപബോധമോ സദാചാരബോധമോ വേണ്ടതല്ല. കാക്കനാടൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നൊരു കഥയുണ്ട്. മലയാളത്തിൽ സെക്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥയെന്ന് നിരൂപകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കഥയാണ്. വലിയ സംഭവമൊന്നുമില്ല കഥയിൽ. ഇത് ഒരു മലയാളിയായ ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. അദ്ദേഹം രാജ്യം പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി അയാളുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിയുടെ പുറകെ പോയി പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. ആദ്യം അവരത്ര ഗവനിക്കുന്നൊന്നുമില്ല, പേരെന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അവസാനം ആ പെൺകുട്ടി വരുന്നൊരു ബസ്സിൽ കയറുന്നു, അയാളും പുറകെ കയറുന്നു. ഇതിൽ ആ പെൺകുട്ടി ആ നാട്ടുകാരിയാണ്, മറ്റേയാൾ മലയാളിയാണ്. അങ്ങനെ ബസ്സിനകത്ത് അദ്ദേഹം ആ പെൺകുട്ടി ഇരുന്ന് അടുത്ത് പോയിരുന്ന് അവരെ പരിചയപ്പെടുകയാണ്. അവർ പേര് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ അവരുടെ വീടിൻ്റെ സ്ഥലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചപ്പുറത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാം എന്ന് പറയുകയാണ്. പെൺകുട്ടി അതിനെ ഗവനിക്കുന്നില്ല. അപ്പോൾ പെൺകുട്ടി സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങി, അദ്ദേഹം കൂടെ ഇറങ്ങി. എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അയാൾ. അപ്പോൾ വരൂ എന്ന് പറഞ്ഞ് പെൺകുട്ടി ക്ഷണിക്കുകയാണ്. ഇത്രയും മതി. ഇപ്പോൾ ഇതിനിടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ തന്നെ ഇയാളുടെ താല്പര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാവും. ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് കഥയിൽ പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു വിദേശ നാട്ടിലെ സംസ്കാരത്തിൽ ഒരാളെ കണ്ടിഷ്ടപ്പെട്ടാൽ അവർക്കത് പ്രകടിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലാത്തൊരു സ്ഥലമായിട്ട് തന്നെയാണ് ആ കഥയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് എത്തി. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ശബ്ദം ഉണ്ടാക്കരുത്, അകത്തെൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വാതിൽ തുറന്ന് അവർ ആ പെൺകുട്ടിയുടെ കിടപ്പുമുറിയിൽ കയറി അവർ തമ്മിൽ രതിയിൽ ഏർപ്പെടുകയാണ്. ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വസ്ത്രമൊക്കെ ധരിച്ച സമയത്ത് അയാൾ ആ പെൺകുട്ടിയോട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് വലിയ പ്രണയമാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ഇനി കഴിയണം എന്ന രീതിയിലാണ് പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുന്ന കാര്യം, എനിക്കറിയാം ഇത് വെറും ഭ്രാന്താണ്, എനിക്കും നിങ്ങൾക്കും ഇത് വേണമായിരുന്നു, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു, ഇനി പോകാം, എൻ്റെ ഭർത്താവ് ഉടനെ വരും എന്നാണ് പറയുന്നത്. അത്രയും കുറഞ്ഞ വാക്കുകൾ. അയാൾക്കും അത് തന്നെയായിരുന്നു എന്ന് അയാൾ ഒരു പോയിന്റിൽ അതിനെ പ്രണയവുമായിട്ട് നമ്മുടെ മുൻകാല എഴുത്തുകളിലൊക്കെ ഈ രതിയും പ്രണയവും തമ്മിലുള്ള ബന്ധത്തെ ഒരുമിച്ച് ചേർത്താണ് എപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒന്ന് എന്ന രീതിയിലാണ് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇത്രയും വേറെ കൂടുതലായിട്ട് ആ കഥയിലൊന്നുമില്ല. പക്ഷേ ഇതിനെ രണ്ടായി കാണാൻ എഴുത്തുകാർ ശ്രമിക്കുകയാണ്. ഇതൊരു സാമൂഹികപരമായി വലിയ മാറ്റമാണ്. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ തലമുറയിലെ ആളുകൾക്ക് ഇതിനെ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുമായിരിക്കും. അക്കാലത്ത് അതൊരു വലിയ സംഭവമായിട്ട് ആ കഥയിൽ അങ്ങനെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവിത്രത അതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ഒരിക്കൽ അറിയാതെങ്കിലും എന്തെങ്കിലും ദേഹത്ത് സ്പർശിച്ചാൽ പോലും വിവാഹം കഴിക്കുന്ന, അല്ലെങ്കിൽ പീഡിപ്പിച്ചതിന് ശേഷം പീഡിപ്പിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന സിനിമകളും കഥകളും ഒക്കെ ഇറങ്ങുന്ന കാലത്താണ് ഇത്രയും ഇത് വെറും ശരീരത്തിൻ്റെ മാത്രം ആവശ്യമാണ്, ഇത് വെറും ശരീരമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് ലൈംഗികതയൊക്കെ കഥകളിൽ ആവിഷ്കരിക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ, കാക്കനാടൻ്റെ കഥയിൽ ഒരു സ്വവർഗ അനുരാഗം, അതായത് തൻ്റെ കൂട്ടത്തിലുള്ള സുഹൃത്തിനോട് പ്രണയം തോന്നുന്ന ഒരു പുരുഷൻ അത് പ്രകടിപ്പിക്കാനും കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നൊരു കഥയാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്തിനോടാണ് പ്രണയം തോന്നുന്നത്, പക്ഷെ അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അത് പറയുമ്പോഴൊക്കെ അവഗണിക്കുന്നു, കളിയാക്കുന്നു. സ്വവർഗ അനുരാഗത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് ഒറ്റയാൻ എന്നുള്ളത്. ഇതുപോലെ തന്നെ ഒ വി വിജയനിലോട്ട് വരുമ്പോഴും
ഇവരിലെല്ലാം സമാനമായ ഒരുതരം സദാചാരത്തെ വെല്ലുവിളിക്കാനുള്ള വേണമെങ്കിൽ നമുക്ക് അരാജകത്വം എന്ന് പറയാവുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരതിനെ സമൂഹത്തിൻ്റെ ഇത്തരം ഒരു മുഖം കൂടി സമൂഹത്തിന്, ഞാൻ ആദ്യമേ പറഞ്ഞു, തെറ്റ് ശരിയില്ല അവർക്ക്. സമൂഹം ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഉണ്ട്, നമ്മളില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇതൊന്നും ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് അക്കാലത്തെ എഴുത്തുകാർ മുഴുവൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഒ വിജയൻ്റെ എട്ടുകാലി എന്ന് പറയുന്ന കഥയിൽ തന്നേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട്, അതും തൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരികയും അത് പിന്നീട് അദ്ദേഹത്തിന് അതൊരു ട്രോമ പോലെ, അമ്മാവൻ്റെ ഭാര്യയാണ്, അപ്പോൾ അമ്മായിയാണ്, അപ്പോൾ അമ്മാവൻ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു തോന്നലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് എട്ടുകാലി എന്ന് പറയുന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. ഒ വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ മറ്റൊരു തരത്തിൽ ഒരു വൈകാരികതയുള്ള കഥയാണ്. ഈ മരണത്തിന് വിധിക്കപ്പെട്ട മകനെ കാണാൻ, തൂക്കിക്കൊല്ലാൻ വിധിച്ച മകനെ കാണാൻ പോകുന്ന വെള്ളായിയപ്പൻ്റെ കഥയാണ്. പക്ഷേ അയാൾ അവിടെ ചെല്ലുമ്പോഴേക്കും മകനെ തൂക്കിക്കൊന്നിട്ടുണ്ടാവും, അയാൾ എത്താൻ വൈകി പോകും. അവസാനം മകന് കൊടുക്കാൻ വേണ്ടി ഭാര്യ പൊതിഞ്ഞു തന്ന, അമ്മ പൊതിഞ്ഞു തന്ന ഭക്ഷണം അയാൾ കടത്തീരത്ത് കൊണ്ട് ബലിച്ചോറായി കൊടുക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അങ്ങനെ പലതരത്തിലെ സമൂഹത്തിലെ ആളുകളെ, ബന്ധങ്ങളെ ഒക്കെ, അക്കാലത്ത് ജാതീയതയൊക്കെ ഒ വിജയൻ കഥകളിൽ ശക്തമായി ആവിഷ്കരിക്കുന്നുണ്ട്. അതിനെതിരെയുള്ള എഴുത്തൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുരുകൻ നായർ എന്ന് പറയുന്ന ഒരു കഥയിൽ, മുരുകൻ നായർ ഒരു പോലീസുകാരനാണ്. അദ്ദേഹം ആ കഥയിൽ ഒരു ദേവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുന്നതായിട്ട്, അത് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ വിഭാവനം ചെയ്യുന്നതായിട്ടും, പോതി എന്നാ പറയുന്നത്, ദേവി എന്ന് പറയുന്നത്, ഈ ദേവി സങ്കല്പങ്ങൾ ഓരോ ജാതിക്കും കേരളത്തിൽ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊരു കീഴ്ജാതി ദൈവസങ്കല്പത്തിനെയും കൂടി അടയാളപ്പെടുത്തിയിട്ട് പോതി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഉത്സവത്തിന് അദ്ദേഹം പോയി നിൽക്കുകയും അദ്ദേഹം റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നേ അദ്ദേഹത്തിന് ഒരു കള്ളനെ പിടിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദേവിയോട് രതിയാസക്തി തോന്നി ദേവിയുമായി മാനസികമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കരുതുകയും അങ്ങനെ അദ്ദേഹത്തിന് ആ കള്ളനെ പിടിക്കാൻ പറ്റുകയും അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു കഥാവിഷ്കാരമുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഇവരൊക്കെ അന്വേഷിക്കുന്നത് അക്കാലത്തെ നമ്മുടെ സാമൂഹിക അവബോധങ്ങളിൽ കിടക്കുന്ന ഇത്തരം ചിന്തകളെ എങ്ങനെ പരിശോധിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ള ധാരാളം വായനകളാണ് ഇവരുടെ കഥകളിലുള്ളത്. 26 വയസ്സായ ആൾ 42 വയസ്സുള്ള സ്ത്രീയുമായി നടത്തുന്ന ബന്ധത്തെയാണ് എട്ടുകാലി എന്ന് പറയുന്ന കഥയിൽ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് പഠിക്കാനുള്ളത്, ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ഇതിൽ സമാനമായ ഒരു സന്ദർഭം, അല്ലെങ്കിൽ രണ്ടാനമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന രവിയുടെ കഥയാണ് ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. അങ്ങനെ പറയാൻ പറ്റില്ല, അതല്ല കഥ, അതൊരു വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ രവി നടത്തുന്ന ജീവിതയാത്രയാണ് ആ കഥ. അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെയാണ്. മറ്റൊരു എഴുത്തുകാരൻ എം മുകുന്ദനാണ്. ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്നൊരു കഥയുണ്ട് ഒ വിജയൻ്റെ. നമുക്ക് ഇവരൊന്നും ഒരു കഥ വെച്ച് വേറൊരു കഥയെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ കഥയും പല തലത്തിൽ പോകുന്ന സംഭവങ്ങളെ പറയുന്ന. ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്നത് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഒരുപാട് തവണ വായിച്ചപ്പോൾ ഓരോ കാര്യമാണ് തോന്നുന്നത്. എന്നാലും കഥ ചെറുതായിട്ടൊന്ന് പറയാം, നമുക്കത് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതാണ് കഥ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ചെങ്ങന്നൂർ ഇറങ്ങാൻ വരികയാണ് ട്രെയിൻ. അപ്പം അദ്ദേഹം സമയനിഷ്ഠയുള്ള ആളാണ്, അതായത് സമയം കൃത്യമായി പാലിക്കണമെന്ന്. അത് ശരിക്കും ഈ നമ്മൾ അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കൂടിയ അവസ്ഥയെ ആവിഷ്കരിക്കാമെന്ന് എനിക്കെപ്പോഴും തോന്നുമ്പോൾ, ഇപ്പം സമയം പാലിക്കുക അല്ലെങ്കിൽ അച്ചടക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സംഭവത്തെ അന്ന് എന്തുകൊണ്ടോ തീവണ്ടി 5 മിനിറ്റ് താമസിച്ചു പോയി. തീവണ്ടികളുടെ സമയതാമസം നിരോധിച്ച മഹാപരിഷ്കരണത്തിന് ശേഷം ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായാണ്. എന്ന് വെച്ചാൽ സമയത്തെല്ലാം നടക്കണം എന്നുള്ള നിയമം അവിടെ നടപ്പായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം 5 മിനിറ്റ് താമസിച്ചുകൊണ്ട് ഇറങ്ങിയ ഉടനെ അവിടെ പോയിട്ട് സ്റ്റേഷൻ മാസ്റ്ററോട് ഈ പരാതി അറിയിച്ചു. ഇതിന് കാരണമായവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സഞ്ചാരി അങ്ങനെ 5 മിനിറ്റ് വൈകി വീട്ടിലെത്തി. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന തൻ്റെ മക്കളിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭാരിച്ച വീട്ടുപണിയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? അയാൾ അവരോട് ചോദിച്ചു. കണക്ക്, ക്ഷേത്രഫലം, മൂത്തവൾ പറഞ്ഞു. ചരിത്രം, അശോകൻ്റെ കലിംഗ യുദ്ധം, ഇളയവൻ പറഞ്ഞു. സഞ്ചാരി വീട്ടിനകത്തേക്ക് നോക്കി. ആ കിടക്കുന്ന തല ആരുടേതാണ്? അയാൾ ചോദിച്ചു. കുട്ടികൾ 2 പേരും ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. PK വിശാലാക്ഷി, റോൾ നമ്പർ 33, 7ാം ക്ലാസ്സിലെ B ഡിവിഷൻ. ഹോ, നല്ലത് തന്നെ. വിശാലാക്ഷി നമ്മുടെ അയൽവാസി ആയിരുന്നില്ലേ? അതെ. എങ്ങനെയാണ് വിശാലാക്ഷി താളക്രമം തെറ്റിച്ചത്?
നേരത്തെ പറഞ്ഞ സാധനം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നമ്മളുണ്ടാക്കുന്ന നിയമങ്ങളുടെ താളക്രമം തെറ്റാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കുട്ടികൾ രണ്ടുപേരും ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. വിശാലാക്ഷി അസമയത്ത് വീട്ടിൽ വന്ന് ഞങ്ങളെ പല്ലാങ്കുഴി കളിക്കാൻ ക്ഷണിച്ചു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കണക്കും ചരിത്രവും ഞങ്ങൾ കൃത്യസമയത്തിന് ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്നില്ല. അതും പോരാഞ്ഞ് വിശാലാക്ഷി ഞങ്ങളുടെ ഹോംവർക്ക് കളവായി പകർത്തിയെടുത്തു. വിശാലാക്ഷിയുടെ തല വീരാളിപ്പട്ടി പൊതിഞ്ഞു വെക്കണം. വീരാളിപ്പട്ടി മിച്ചമുണ്ടോ? ഇനിയും ഉപയോഗിച്ചിട്ടില്ലാത്ത 1.25 മീറ്റർ ബാക്കിയുണ്ട്, അത് മതിയാവും. അങ്ങനെ വസ്ത്രങ്ങൾ മാറ്റി അയാൾ കുളിക്കാൻ പോയി. ഒരു കുട്ടിയുടെ തലയാണ് കിടക്കുന്നത്. കുട്ടികൾ അവരുടെ ഹോംവർക്ക് ചെയ്തു. കുളി കഴിഞ്ഞ് പുറത്തു വന്ന അയാൾ അവരോട് ചോദിച്ചു, അമ്മ എവിടെ? മിനിയാന്ന് അച്ഛൻ സഞ്ചാരത്തിലായിരുന്നപ്പോൾ പാമ്പ് കടിച്ചു മരിച്ചു. ഓഹോ, അങ്ങനെയോ? എന്ത് പാമ്പായിരുന്നു? മൂർഖൻ, രാജവെമ്പാല. മരിക്കാൻ എത്ര സമയമെടുത്തു? 45 മിനിറ്റ്. എന്നിട്ട് ശവശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ നഗരസഭയെ അറിയിച്ചു. അവർ വേണ്ടത് ചെയ്തിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ശരി, നല്ലത് തന്നെ. നിങ്ങൾ സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്തരുത്. ഹോംവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കണ്ടേ? സാരമില്ല, അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് ഞങ്ങൾ 10 മിനിറ്റ് ലാഭിച്ചു വെച്ചിരുന്നു. അതിൽ 5 മിനിറ്റ് വിശാലാക്ഷിയെ കൊല്ലാൻ ചെലവിട്ടു. പിന്നെ 5 മിനിറ്റ് അച്ഛനോട് സംസാരിക്കാൻ. അയാളുടെ മുഖം സംഭ്രമം കൊണ്ട് വിവരണമായി. അറിയാതെ അയാൾ കത്തി നിവർത്തിപ്പിടിച്ചു. ഞാനുമായി സംഭാഷണം നടത്തിയില്ലായിരുന്നെങ്കിൽ 5 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ഒരു പക്ഷേ 10 മിനിറ്റ് മുമ്പ് തന്നെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തു തീർത്തിരിക്കും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് താളക്രമത്തെ തെറ്റിച്ചിരിക്കും, ഭൗതിക നിയമങ്ങളെ തകിടം മറിച്ചിരിക്കും. അങ്ങനെ തകിടം മറിക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. ശിക്ഷ ഒഴിവായതിലുള്ള നിരാശയിൽ അയാൾ കത്തി മടക്കി ഉറയിലിട്ടു. ശരിയാണ്, കുട്ടികൾ പറഞ്ഞു. അയാൾ തൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് ഓർത്തു. പാമ്പിന് എത്ര നീളമുണ്ടായിരുന്നു? 3 അടി 7.25 അങ്കുലം. കുട്ടികൾ ഒരുമിച്ച് മറുപടി പറഞ്ഞു. തൂക്കമോ? തൂക്കി നോക്കിയില്ല. ഈ കൃത്യവിലോപത്തിന് കാരണമെന്ത്? ഒരു നിശബ്ദതയ്ക്ക് ശേഷം മൂത്ത കുട്ടി അനുജനെ ഒറ്റിക്കൊടുത്തു. ഇവനാണ് തൂക്കി നോക്കേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയോ? ഇളയവൻ തൻ്റെ തെറ്റ് സമ്മതിച്ചു. കുപ്പായ കുടുക്കഴിച്ച് ഒരാമ അതിനെ തോടിനകത്തുന്ന പോലെ കഴുത്ത് നീട്ടിപ്പിടിച്ചു. മിടുക്കൻ, സാമൂഹ്യ ബോധമുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവൻ്റെ കഴുത്ത് തലോടി. എന്നിട്ട് ഒരു ഗണിതശാസ്ത്ര സൂചിക എടുത്ത് ക്ഷണത്തിൽ മറിച്ചു നോക്കി. ഈ കൃത്യവിലോപത്തിന് തലയെടുക്കേണ്ട ആവശ്യമില്ല, വലത് കൈപ്പടം അരിഞ്ഞാൽ മാത്രം മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് താളക്രമത്തെ തെറ്റിക്കുന്നതും നിയമമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കഥയിൽ മുന്നോട്ട് പോകുന്നത്. ഈ താളക്രമം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇവരൊക്കെ എന്താ എഴുതുന്നതെന്ന് ഇവരോട് തന്നെ ചോദിക്കണം എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഇത് കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല. ഇതാണ് ഇവരുടെ ഭാഷ, ഇതാണ് ശൈലി. ഇത്തരത്തിലുള്ള എഴുത്തുകൾ ഈ എഴുത്തുകാരുടേതായിട്ട് ഇത് നമ്മളീ പറയുന്ന പോലെ ഒറ്റ വായനയിൽ നമുക്ക് പലതും പിടികിട്ടില്ല. ഇന്നലെ നമ്മൾ മുകുന്ദൻ്റെ കഥകൾ പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും. പക്ഷേ ആലോചിച്ച് കഴിയുമ്പോൾ ഒരുപാട് മാനങ്ങളുള്ള ഒന്നായിട്ട് കഥ മാറുകയാണ്. അടുത്തത് എം മുകുന്ദനാണ്. എം മുകുന്ദനെ കുറിച്ച് ഇന്നലെ പറഞ്ഞ പോലെ എം മുകുന്ദൻ ഒരു റിബലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം ഈ പറയുന്ന സാമൂഹിക ബോധത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുബോധത്തെയൊക്കെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ആളായിരുന്നു. അക്കാലത്ത് എം മുകുന്ദന് ഭയങ്കര വായനക്കാരുള്ള മലയാളത്തിലെ എഴുത്തുകാരനായിരുന്നു. ധാരാളം പുസ്തകങ്ങളൊക്കെ വിറ്റ് പോകുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തോട് ആരാധന തോന്നി. ഈ കഥാപാത്രങ്ങളെപ്പോലെയാണ് അദ്ദേഹവും എന്ന് വിചാരിച്ച് അതേപോലെ ജീവിക്കാൻ പുറപ്പെട്ട ആളുകളുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ചും ഡൽഹിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുടെ പശ്ചാത്തലമാണ് ഉത്തരേന്ത്യ. അപ്പോൾ അവിടെ ബാങ്ക് കഴിക്കുക, ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വാറ്റുചാരായം പോലത്തെ സാധനം, അതൊക്കെ കഴിച്ച് കഞ്ചാവൊക്കെ വലിച്ച് നടക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ നിയമങ്ങളെ ബഹുമാനിക്കാത്ത ഒരുതരം അരാജകത്വമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇത് കേട്ടിട്ട് ഇങ്ങനെയായിരിക്കും എഴുത്തുകാരനെന്ന് പ്രതീക്ഷിച്ച് അവരോട് ആരാധന തോന്നി കുറേ പേര് നാട് വിട്ടൊക്കെ അക്കാലത്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ജീവിക്കാൻ ശരിക്കും സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്, ബന്ധങ്ങൾ വേണ്ട, കുടുംബം വേണ്ട എന്നൊക്കെ പറഞ്ഞ് തൊഴിലൊന്നുമില്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം എം മുകുന്ദനെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. എം മുകുന്ദനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ഫോർമലായി വസ്ത്രം ധരിക്കുകയും വളരെ എന്താ പറയുക, അദ്ദേഹം ഫ്രഞ്ച് എംബസിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുന്നൊരു വ്യക്തിയാണ്. ഫോർമൽ എന്ന് പറയുമ്പോൾ വളരെ മാന്യമായ വസ്ത്രം ധരിച്ച്, ഒരിക്കലും എന്താ പറയുക ചുളിവുള്ള വസ്ത്രം ഒന്നും ധരിച്ച് അദ്ദേഹത്തെ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തെ വന്നിട്ട് ഇങ്ങനെ നടന്ന ഒരാൾ വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പുസ്തകമൊക്കെ വായിച്ച് നിങ്ങളും അതുപോലെ ഒരാളാണെന്ന് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എം മുകുന്ദൻ്റെ കഥകളിൽ ഈ ഡൽഹി എന്ന് പറയുന്നത് പോലെ ഉത്തരേന്ത്യ, ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങൾ കഥയുടെ പശ്ചാത്തലങ്ങളായി വരികയും സർവ്വസ്വതന്ത്രരായ മനുഷ്യരെക്കുറിച്ച് മനുഷ്യന് അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമൂഹിക സദാചാര ബോധത്തെ വെല്ലുവിളിക്കുന്ന, മതങ്ങളെ വെല്ലുവിളിക്കുന്ന ധാരാളം സങ്കല്പങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലാണെന്ന് എം മുകുന്ദൻ്റെ കഥകൾ പറയുന്നുണ്ട്. അതുകൂടാതെ സ്വത്തന്വേഷികളായ നമ്മൾ രാധ മാത്രം എന്ന് പറഞ്ഞ കഥയിലെ പോലെ സ്വന്തം സ്വത്ത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഐഡൻറ്റിറ്റി ക്രൈസിസ് വലിയ പ്രശ്നമാണ് എം മുകുന്ദൻ്റെ കഥകളിൽ. അതുപോലെ തന്നെ വേശ്യകളെ നിങ്ങൾക്കൊരു അമ്പലം പോലെ അക്കാലത്തെ സാമൂഹിക ബോധത്തെ
ജീവിതത്തെ വെല്ലുവിളിക്കുന്ന കഥകളുണ്ട്. ഇത്തരത്തിൽ ആ കാലഘട്ടത്തെ ഈ നവോത്ഥാനകാല കഥാകൃത്തുക്കൾ സൃഷ്ടിച്ച സാമൂഹിക ബോധത്തെയൊക്കെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് എം മുകുന്ദൻ തൻ്റെ കഥകളിലൂടെ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും ആധുനികതയുടെ പൊതുബോധങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ്. ഡൽഹി 1981 നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിലാണ് കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയൊക്കെ എം മുകുന്ദൻ തൻ്റെ കഥകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. വീണ്ടും ഒരു എഴുത്തുകാരി. 4 പ്രധാനപ്പെട്ട എഴുത്തുകാരികളെ നമ്മൾ പരിചയപ്പെട്ടെ. ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മ, മാധവിക്കുട്ടി, 4ാമത്തെ ആൾ രാജലക്ഷ്മി. ഒരാളെയും കൂടി പരിചയപ്പെടും. രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരി വലിയൊരു റിബലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാജലക്ഷ്മി പലപ്പോഴും ഈ സാമൂഹിക ഘടനയിൽ പുരുഷാധികാരത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഒക്കെ പെട്ട് ജീവിതത്തോട് വലിയ രീതിയിൽ മത്സരിക്കുക അല്ലെങ്കിൽ അതിനെ മല്ലടിച്ച് നിൽക്കാൻ നോക്കി പരാജയപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. രാജലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ ആത്മഹത്യ ചെയ്തു. ഒരു അധ്യാപികയായിരുന്നു. അവർ പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ച് എഴുതിയത് ഇതായിരുന്നു: ജീവിച്ചിരുന്നാൽ ഞാൻ ഇനിയും എഴുതിപ്പോകും, എനിക്ക് എഴുതാതിരിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് എഴുതിയത്. എന്ന് വെച്ചാൽ ഒരു എഴുത്തുകാരി എന്നതിൽ അവരുടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പൊതുബോധത്തിൽ ഒക്കെ ഒരു സ്ത്രീ സ്വയം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വയം ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളിൽ സ്ത്രീക്ക് സ്വന്തമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അവരുടെ കഥകളിൽ കാണാം. അപ്പോൾ അത്തരത്തിൽ അക്കാലത്തെ തൻ്റെ ഒരുപക്ഷെ പ്രണയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷമങ്ങളായിരിക്കാം എഴുത്തുകാരിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. സ്നേഹം കൊതിക്കുന്ന ധാരാളം സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ എഴുത്തിലുണ്ട്. മറ്റുള്ളവരെ പോലും റിബലാണെന്ന് ഇവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. സാമൂഹിക സദാചാരത്തിൽ ഭയമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇവർ പ്രധാനമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇവർ ധാരാളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിലൊരു എഴുത്തുകാരി എന്ന നിലയിൽ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചാണ് അവർ പ്രധാനമായും സംസാരിച്ചിട്ടുള്ളത്. എഴുത്തുകാരികൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ UPSC പഠനത്തിൽ. ഞാൻ പറഞ്ഞ ഒരു 3 വർഷമൊക്കെ കൂടുമ്പോൾ UPSC എഴുത്തുകാരികളെ ചോദിക്കും. അപ്പോൾ നമ്മളതിനൊരു നോട്ട്, എക്സ്ട്രാ നോട്ട് ഞാൻ തരാം. ഈ കഥകൾ കൂടാതെ തന്നെ ഇവരെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, അത് തരാം. അപ്പോൾ അതും കൂടി വായിച്ച് നിങ്ങൾക്ക് നോട്ട് എടുക്കാം. ഈ കൂട്ടത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ അവസാനത്തെ ആളാണ് സക്കറിയ. സക്കറിയ നമ്മൾ ഇന്നലെ ഒരു കഥ പറഞ്ഞായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന കഥ എഴുതിയ എഴുത്തുകാരനാണ്. സക്കറിയ ഇപ്പോൾ മലയാളത്തിലെ സാഹിത്യകാരൻ എന്ന നിലയിൽ വളരെ പ്രമുഖനായി നിൽക്കുന്ന, ഇപ്പോൾ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സക്കറിയയുടെ കഥകളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ആധുനികതയുടെ അവസാന ഘട്ടത്തിലാണ് വരുന്നത്. ആധുനികതയിലെ തന്നെ ചില പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ കുറേ കൂടി രാഷ്ട്രീയ ദർശനങ്ങളെ വീണ്ടും പുതുക്കി പണിയുന്ന കഥകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങളെ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആശയങ്ങളെയല്ല, പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങളെയൊക്കെ കഥകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വ്യക്തിപരമായി അദ്ദേഹത്തെ നേരിട്ട സംഭവങ്ങളും നമ്മൾ അടുത്ത കാലത്ത് നിന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തീവണ്ടിക്കൊള്ള എന്ന് പറയുന്നൊരു കഥ, ഒരു അച്ഛനും മകനും കൂടി ഒരു തീവണ്ടി കൊള്ളയടിക്കാൻ തീരുമാനിക്കുകയാണ്. തീവണ്ടി കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഒരു അടിസ്ഥാന ആവശ്യമാണ് വിശപ്പ് മാറ്റണം. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ല. അപ്പോൾ അച്ഛനും അമ്മയും മകനുമാണുള്ളത്. വീട്ടിൽ 3 പേരുള്ളത്. 3 പേർക്കും കുറച്ച് ദിവസമായി ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു തീവണ്ടി കൊള്ളയടിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ കണ്ടെത്തണം. ഇതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ അച്ഛനും മകനും കൂടി അമ്മയെ കൂട്ടാതെ നമുക്ക് പോയി അമ്മയ്ക്കും കൂടിയുള്ള ഭക്ഷണം കണ്ടെത്തി വരാമെന്ന് പറഞ്ഞ് ഇവരൊരു പദ്ധതി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് നമുക്ക് ആദ്യം തീവണ്ടി നിർത്തണം. തീവണ്ടിയിനകത്ത് കയറി നമുക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയും സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അവർ ആദ്യം ആലോചിക്കുന്നത് തീവണ്ടിയെ തടഞ്ഞു നിർത്താൻ അവരെ വണ്ടി ഓടിക്കുന്ന ആളെ പേടിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു പപ്പായ കാണുകയാണ്. അങ്ങനെ അവരെ അത് പറിച്ചെടുത്തു. നമുക്കിതൊരു തുണിയിൽ പൊതിഞ്ഞ് പിടിച്ച് ബോംബാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ ആ കപ്പളങ്ങ ഒരു തുണിയിൽ പൊതിഞ്ഞ് പിടിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവർ വേറൊരു കാര്യം ആലോചിക്കും. വളരെ സ്പീഡിലായിരിക്കും തീവണ്ടി വരിക, ഇതിനെ നിർത്തണ്ടേ. അപ്പം മകൻ പറയും, ചുവന്ന കൊടി കാണിച്ചാലാണ് തീവണ്ടി നിർത്തുകയുള്ളൂ, നമുക്കൊരു ചുവന്ന തുണി അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും ഒപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവർ നടന്നു പോകുന്ന സമയത്ത് ഒരു പാർട്ടി ഓഫീസ് കാണുവാണ്. അപ്പോൾ അതിനകത്ത് കയറി അവിടെ കുറേ ചുവന്ന നിറത്തിലുള്ള തുണികളുണ്ട്. അവരതിനകത്ത് കയറി ഒന്ന് എടുക്കും. ഉടനെ തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് നിൻ്റെ തന്തയുടെ വകയാണ് അവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ച്, അപ്പോൾ അവർ ഇങ്ങനെ പരിങ്ങി നിൽക്കും. പാർട്ടിയുടെ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നു, അവിടെ തന്നെ വെക്കുമെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവിടെ വെപ്പിക്കുകയാണ്. അപ്പോൾ അവർ പറയും അതവിടെ തിരിച്ച് വെക്കുകയും അങ്ങനെ അച്ഛനും മകനും കൂടി നമുക്ക് കൈ കാണിച്ച് നിർത്താം, ദൂരത്തുനിന്ന് തന്നെ കൈ കാണിച്ച് നിർത്താം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ ഇവർ തീവണ്ടി നിർത്താൻ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു വളവ് കഴിഞ്ഞ് തീവണ്ടി ഇങ്ങനെ നേരെയായി വരുന്ന സ്ഥലമാണ്. അപ്പോൾ മകൻ പറയും ഞാൻ ദൂരത്തുനിന്ന് ചെവി പാളത്ത് വെച്ച് തീവണ്ടി എത്താറാവുമ്പോൾ അച്ഛനോട് പറയാം.
അച്ഛൻ വളരെ ദൂരത്തുനിന്ന് കൈ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവർ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് മകൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് ആളുകളിൽ നിന്ന് പൈസ മേടിക്കുന്നത്? അപ്പോൾ അച്ഛൻ തൻ്റെ കയ്യിലുള്ളൊരു ചെറിയ പിച്ചാത്തി എടുത്ത് കാണിക്കും. ഇത് കാണിച്ചാൽ ആളുകൾ ഭയപ്പെടും, നമുക്ക് അവർ പൈസ തരും. അപ്പോൾ മകൻ ചോദിക്കുക, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഭയപ്പെടില്ലേ നമ്മൾ കത്തി എടുത്ത് കാണിച്ചാൽ? കുട്ടികളോട് നമുക്ക് ചിരിച്ച് സംസാരിക്കാം, കുട്ടികളെ പേടിപ്പിക്കേണ്ട, നമുക്ക് പൈസക്ക് ആവശ്യത്തിന് പൈസയായാലും നമുക്ക് വേഗം ഇറങ്ങിപ്പോരുകയും ചെയ്യാം. ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത് തീവണ്ടി ഇവർ പ്ലാൻ ചെയ്ത സ്ഥലത്ത് തീവണ്ടിയുടെ റെയിൽപാളത്തിൽ വന്ന് നിൽക്കുകയാണ്. മകൻ ചെവി വെച്ച് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ദൂരത്തുനിന്ന് തീവണ്ടി വരുന്ന ശബ്ദം കിട്ടും. അച്ഛന് സിഗ്നൽ കൊടുക്കും. അച്ഛൻ വളരെ ദൂരത്ത് നിന്ന് തീവണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടി ഈ കയ്യിലുള്ള കപ്പളങ്ങ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. തീവണ്ടി നമുക്കറിയാം എന്തായാലും നിർത്താനൊന്നും പോകുന്നില്ല. തീവണ്ടി വന്നു. ആ വേഗത ഒട്ടും കുറയാതെ കാണുമ്പോൾ അച്ഛനെ മകൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ തീവണ്ടി തൊട്ടടുത്തെത്തിയപ്പോൾ ചാടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ തീവണ്ടി അങ്ങ് കടന്നുപോയി. അച്ഛനെ മകൻ നോക്കി. അച്ഛൻ പറഞ്ഞു, നമുക്ക് എന്തായാലും തീവണ്ടി നിർത്താൻ കഴിഞ്ഞില്ല മകനെ, നമ്മുടെ വിപ്ലവത്തിൻ്റെ പ്രതീകമായ ഈ കപ്പളങ്ങ തന്നെ നമുക്കിന്ന് ഭക്ഷണമാക്കാം എന്ന് പറഞ്ഞ് അവർ ആ കപ്പളങ്ങ മുറിച്ച് 3 ആക്കി. 2 കഷ്ണം അവരും കഴിച്ച് 1 കഷ്ണം അമ്മയ്ക്കും കൊണ്ടുപോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ആ തീവണ്ടി എന്നോട് പറഞ്ഞ രഹസ്യം അത് അവനറിയാം എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇത് വളരെ പ്രതീകാത്മകമായിട്ടും കൂടി വായിക്കേണ്ട ഒരു കഥയാണ്. തീവണ്ടിക്കൊള്ള എന്ന പേരും അവരുടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് വിശപ്പും, ആ പോരാട്ടത്തിന് ഇവർ പോകുമ്പോൾ എടുക്കാൻ നോക്കുന്ന കൊടി ഒരു പാർട്ടിയുടെ കൊടിയും, ആ കൊടി പോലും കൊടുക്കാതെ ആ കൊടിയുടെ മേൽ അവർ ഉന്നയിക്കുന്ന അവകാശവാദം, ആ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഇതൊക്കെയും കൂടിയായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു കഥയാണ്. അതുപോലെ ഇവരുടെ കൊള്ളയിൽ ഇവർ കാണുന്ന ആശയം ഭക്ഷണത്തിന് വേണ്ടത് മാത്രം എടുക്കാനുള്ളൊരു കൊള്ള. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കഥയാണ് തീവണ്ടിക്കൊള്ള. അതുപോലെ ഈ സക്രിയയുടെ കഥകളിൽ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ നർമ്മം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. വളരെ രസകരമായി നർമ്മത്തെ കൈകാര്യം ചെയ്യുകയും ഒരു ആക്ഷേപഹാസ്യം പോലെ ഒക്കെ നർമ്മത്തെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അശ്ലീലം വരുത്തി വെച്ച വിന എന്ന് പറയുന്നൊരു കഥയുണ്ട്. അത് കഥാപാത്രങ്ങളുടെ പേര് ഒരു സ്ത്രീയും പുരുഷനും, പിന്നെ ക്രിസ്ത്യൻ കഥാപാത്രങ്ങളാണ്. പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. എക്സാമ്പിളായിട്ട് ചുമ്മാ ഒരു പേര് പറയാണ്. പേര് നിങ്ങളെ എന്ത് വേണമെങ്കിലും എടുത്തോ. അല്ലെ ത്രേസ്യാമ്മ എന്താണ് സ്ത്രീയുടെ പേര്, തോമാച്ചൻ എന്നാണ് പുരുഷൻ്റെ പേരെന്ന് കരുതുക. രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്, അതിന് കുറച്ച് പ്രാധാന്യം ഉള്ളതുകൊണ്ട്. അങ്ങനെ ഈ തോമാച്ചന് ഈ ത്രേസ്യാമ്മയോട് എന്നും പള്ളിയിൽ വെച്ച് എന്നും കാണും. ത്രേസ്യാമ്മയോട് വലിയ ഇഷ്ടം തോന്നും. അങ്ങനെ ഒരു ദിവസം തോമാച്ചൻ പോയി ത്രേസ്യാമ്മയോട് തൻ്റെ ഇഷ്ടം പറയുന്നത്, എനിക്ക് ത്രേസ്യാമ്മയെ സ്പർശിക്കാൻ മാത്രമല്ല വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട്. പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയണമല്ലോ, അപ്പോൾ തെറ്റിദ്ധരിക്കരുത് പ്രണയമെന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ത്രേസ്യാമ്മയെ സ്പർശിക്കാൻ മാത്രമല്ല വിവാഹം കഴിക്കാനും ഇഷ്ടമുണ്ട് എന്ന് പറയാണ്. ത്രേസ്യാമ്മ അതിന് മറുപടി ഒന്നും പറയാതെ കടന്നു പോകും. പിന്നീടും പലതവണ കാണും. അങ്ങനെ ഒരു ദിവസം ത്രേസ്യാമ്മ എന്നാൽ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയാണ്. അപ്പോൾ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ത്രേസ്യാമ്മ ഒരു അടയാളം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയുള്ള ഇന്ന സ്ഥലത്തുള്ള വീടാണ്, വീടിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കും. അദ്ദേഹം സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള വീടുകളെല്ലാം അതേപോലെയാണുള്ളത്. അതിന് പ്രത്യേകിച്ച് മാറ്റം, എല്ലാം ഒരേ സ്ട്രക്ചറിൽ പണിതിട്ടുള്ള വീടുകളാണ്. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി, ത്രേസ്യാമ്മേൻ്റെ ബുദ്ധിശക്തി പരിശോധിച്ചാണ്. അങ്ങനെ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ ജനൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഊഹിക്കും, എന്നെ കാത്തിരിക്കുന്ന ഒരാളാണ് വിചാരിച്ച് ആ വീട്ടിൽ കയറുകയും അത് കൃത്യമായി ത്രേസ്യാമ്മയുടെ വീടാവുകയും ചെയ്യാണ്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ത്രേസ്യാമ്മ ഇദ്ദേഹത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാവുന്ന രീതിയിൽ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആലിംഗനം ചെയ്തു. ത്രേസ്യാമ്മ ഇത്തരം ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നെന്ന് തോന്നുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു കുറ്റബോധം തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ത്രേസ്യാമ്മയോട് പറഞ്ഞതിൽ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ത്രേസ്യാമ്മ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന പേരിൽ അദ്ദേഹം പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ വീടിൻ്റെ മുന്നിലുള്ളൊരു മരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് ത്രേസ്യാമ്മയ്ക്ക് വലിയ ആഘാതമായി. പിന്നീട് ത്രേസ്യാമ്മ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ ഭയങ്കര അശ്ലീലം വരുത്തി വെച്ച വിന എന്നാണ് കഥയുടെ പേര്. ഇതൊന്നും ഈ എഴുത്തുകാരെയൊന്നും നമുക്ക് നേരിട്ട് കഥയായിട്ടൊന്നും വായിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തോന്നുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ അർത്ഥം മാറിപ്പോയി. ത്രേസ്യാമ്മ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ഇയാളുടെ സദാചാര ബോധത്തിനും ഇയാളുടെ പാപബോധത്തെയും ഉണർത്തുകയും ആ പാപബോധത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ പാപബോധത്തെ, സദാചാര ബോധത്തെ, അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക പൊതുബോധത്തെയൊക്കെ വീണ്ടും കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒരു നർമ്മമുണ്ട്. നർമ്മം സാമൂഹ്യ വിമർശനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതേസമയം ബഷീറിനോട് ചേർന്ന് നിൽക്കുന്നൊരു നർമ്മമാണ് അദ്ദേഹത്തിൻ്റേത്. മറ്റേ നമ്മുടെ ഇടയിൽ കാണുന്ന VK പോലെയുള്ള ആക്ഷേപഹാസ്യമല്ല,
ബഷീറിനോട് ചേർന്ന് നിൽക്കുന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചുള്ള നർമ്മം സക്രിയയുടെ കഥകളിൽ നമുക്ക് കാണാം. ആധുനിക എഴുത്തുകാരെ നമ്മൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഇവരുടെ കഥകളിലൂടെ ഇവർ എന്ത് സാധ്യമാക്കിയെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഭാഷയെ ഇവർ പുനഃസൃഷ്ടിച്ചു. ഭാഷ എന്ന് പറയുന്നത് കേവലം ആശയവിനിമയമോ കഥ പറയുകയോ ചെയ്യുന്ന ഒന്നല്ല, അതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. കുറഞ്ഞ വാക്കുകൾ, ഇപ്പോൾ ചെങ്ങന്നൂർ വണ്ടി വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആഘാതം, കുറഞ്ഞ വാക്കുകളിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു ആഘാതത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഥകൾ വായിക്കുമ്പോൾ കുറേ കൂടി നമുക്ക് പഠിക്കാനുള്ള കഥകളിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കൂടി ഭാഷ എങ്ങനെയാണ് ഇവർ മാറ്റിയത്, പ്രത്യേകിച്ചും ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ ആധുനികർ ഭാഷയെ എങ്ങനെ മാറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പറയുന്ന ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ ചില ബിംബങ്ങളിലൊക്കെ ധാരാളം കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊന്നും കൂടി ആലോചിച്ചാലോ നമ്മൾ വ്യാഖ്യാനിച്ചാലോ ഒക്കെ അർത്ഥം മാറുന്ന തരത്തിലുള്ള എഴുത്താണ് ആധുനികർ നടത്തുന്നത്. വ്യക്തിയുടെ ആത്മപ്രകാശനമാണ് ഇവരുടെ എഴുത്തിൻ്റെ ഒരു പൊതു പ്രത്യേകത. വ്യക്തിയുടെ ആത്മസത്തയെ ആവിഷ്കരിക്കുക, ആത്മാവിനെ പ്രകാശിപ്പിക്കുക, സദാചാരബോധ ലംഘനം പറഞ്ഞ ഒട്ടുമിക്ക കഥകളിലും ഇവരുടെ പ്രധാനപ്പെട്ട കഥകൾ നമ്മൾ പറഞ്ഞാൽ അതിലൊക്കെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള എതിർപ്പുകൾ നമുക്ക് കാണാം. ജന്മവാസനകളുടെയും മാനസിക ചോദനകളുടെയും തുറന്നെഴുത്ത്. കാക്കനാടൻ പറഞ്ഞ പോലെ ജന്മവാസനകളാണ് അവൻ്റെ കാമനകളാണ് അവനെ നയിക്കുന്നത്, അതിനപ്പുറത്തുള്ളതെല്ലാം മനുഷ്യൻ്റെ നിയന്ത്രണങ്ങളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്നുള്ള മോചനം, ശിഥില ബിംബങ്ങൾ, അസ്തിത്വ ദുഃഖം, ശൂന്യത, നിരർത്ഥകത, ഇതൊക്കെ അവരുടെ കഥകളിൽ പലതരത്തിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് കഥകൾ, നോവലുകളൊക്കെ ഇനി വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് നോക്കും. ദുഃഖം പോലെ സ്വാന്തനം പോലെ കാറ്റ്, ഇത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊരു വരിയാണ്. ദുഃഖം പോലെ സ്വാന്തനം പോലെ കാറ്റ്. നമുക്കിങ്ങനെ എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദുഃഖം പോലെ സാന്ത്വനം പോലെ കാറ്റ്, ഇങ്ങനെയൊക്കെ പറയും. ആ ബിംബങ്ങൾ, പുതുമഴയുടെ സുരതാവേഗം ഒടുങ്ങി, ഒരു പ്രയോഗമാണ്. സുരതക്രിയ എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് സുരതക്രിയ. പുതുമഴയുടെ സുരതാവേഗം ഒടുങ്ങി. ഈ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ബിംബം ഒരു തകർന്ന ബിംബങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. കുറേ അർത്ഥങ്ങൾ നമുക്കുണ്ടാക്കി തരാവുന്ന തരത്തിലുള്ള ഭാഷയുടെ ഒരു പുനർനിർമ്മിതി ഇവർ നടത്തുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് അത് നോവലുകളും കഥയൊക്കെ വായിക്കുന്ന സമയത്ത് നോക്കാം. എം ടിയുടെ കഥകളിൽ അത്രയധികം ബിംബങ്ങളില്ല, എന്നാലും വളരെ ഭാവോജ്വലമായിട്ടുള്ളൊരു ഭാഷയാണ് എം ടിയിൽ നമുക്ക് കാണുന്നത്. അടുത്ത ഘട്ടം ഉത്തരാധുനികതയാണ്. ഉത്തരാധുനികത നമ്മൾ പൊതുവിലാണ് നോക്കുന്നത്, അങ്ങനെ എഴുത്തുകാരെ പേരെടുത്ത് നോക്കുന്നില്ല. വളരെയധികം എഴുത്തുകാരുണ്ട്, അങ്ങനെ ചോദിക്കാറുമില്ല. മലയാളത്തിൽ ഇവരെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ നടന്നു വരുന്നതേ ഉള്ളൂ. അത്രയധികം എഴുത്തുകാർ മലയാളത്തിൽ ഉത്തരാധുനികതയിലുണ്ട്. ഉത്തരാധുനികതയിലേക്ക് വരുമ്പോൾ 1980കളുടെ അവസാനം, 1980കൾ അല്ലെങ്കിൽ 90കളോടുകൂടി മലയാള ചെറുകഥയിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനത്തെയാണ് ഉത്തരാധുനികത പറയുന്നത്. മലയാള ചെറുകഥ കുറേ കൂടി ബഹുസ്വരമായ ഒരിടത്തിലേക്ക് മാറുകയാണ് ഉത്തരാധുനികതയിൽ സംഭവിക്കുന്നത്. ആധുനികതയിൽ ഇവരുടെ എല്ലാവരുടെ എഴുത്തിലൊരു പാറ്റേൺ നമുക്ക് കാണാം. ഇവരുടെ പറയുന്ന പ്രത്യേകതകൾക്ക് ഒരു സിമിലാരിറ്റി നമുക്ക് കാണാം. ഉത്തരാധുനികതയിൽ എഴുത്തുകാർ വൈവിധ്യമുള്ള ആശയങ്ങളിലേക്കും വൈവിധ്യമുള്ള പ്രമേയങ്ങളിലേക്കും വരികയാണ്. അതുകൂടാതെ കുറേയൊക്കെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കുറേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടുകൾ എന്നതുപോലെ സമൂഹത്തെക്കുറിച്ചുള്ള നിലപാടുകളെ സംബന്ധിക്കുന്ന ചർച്ചകളും ഉത്തരാധുനികതയിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ സ്ത്രീപക്ഷ ചിന്തകൾ ഒരു പ്രത്യേക വിഭാഗമായി ഉത്തരാധുനിക എഴുത്തുകാർ കടന്നു വരുന്നുണ്ട്. അതുപോലെ ദളിത് എഴുത്തുകൾ, ദളിത് സാഹിത്യം എന്ന് പറയുന്നത് ഉത്തരാധുനികതയിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായി കടന്നു വരുന്നുണ്ട്. പരിസ്ഥിതി എഴുത്ത് എന്ന് പറയുന്ന ഉത്തരാധുനികതയിൽ ഒരു പ്രത്യേക വിഭാഗമായി കടന്നു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പുതിയ ബോധ്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ പാരിസ്ഥിതിക ബോധം എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ തന്നെ പഠിക്കാനുണ്ട് UPSCയുടെ ഭാഗമായി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ കാലങ്ങളായി നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് എഴുത്തുകാർ മാറ്റി പ്രതിഷ്ഠിക്കുക, പ്രകൃതിയെ, പരിസ്ഥിതിയൊക്കെ. നമ്മുടെ പഴയ ഇപ്പോൾ ഹിന്ദു മതപുസ്തകങ്ങളിൽ വ്യത്യസ്തമാണ്. സെമറ്റിക് മതങ്ങളുടെ പുസ്തകങ്ങളിൽ പ്രകൃതിയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ബൈബിളിൽ പറയുന്നൊരു കാര്യം, മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് എന്നാണ് പറയുന്നത്. മനുഷ്യനാണ് സെൻറ്റർ, മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ഇസ്ലാം മതം ഏകദേശം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ സൃഷ്ടിച്ചു എന്നുള്ള സങ്കല്പം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങളിലൊക്കെ പ്രകൃതിക്ക് ഒരു അമ്മ ഭാവം, ഭൂമി അമ്മ, അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു ഇടപെടൽ പ്രകൃതിയുടെ മേൽ മനുഷ്യൻ ഒരു അധികാരിയായി മനുഷ്യനെ അടയാളപ്പെടുത്തി എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ വളർച്ചയ്ക്കും ഈ പ്രകൃതി നമുക്ക് ഉപയോഗിക്കാം എന്ന്. പക്ഷെ അതൊരു ചൂഷണമായി മാറിയെന്ന് അടുത്തൊരു തലമുറയ്ക്ക് തോന്നുകയും പുതിയ എഴുത്തുകാരുടെ ഒരു പാരിസ്ഥിതിക ബോധത്തിൽ പ്രകൃതിയിൽ ഒരുപാട് കണ്ണികളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലൊന്നു മാത്രമാണ് മനുഷ്യൻ.
മനുഷ്യനെ ഈ പ്രകൃതിയുടെ ചങ്ങൽ, നമ്മളൊരു ബയോളജിക്കൽ ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കണ്ണികളിൽ ഒന്നാണ് മനുഷ്യൻ. മനുഷ്യന് ഈ പ്രകൃതിയുടെ മേൽ വലിയ അധികാരങ്ങളൊന്നും ശരിക്കുമില്ല. മനുഷ്യന് ഈ പ്രകൃതിയെ നിയന്ത്രിക്കാമെന്നോ പ്രകൃതിയുടെ മേൽ വലിയ അധികാരങ്ങളുണ്ടോ തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത്. മനുഷ്യന് പ്രകൃതിയെ വേണമെങ്കിൽ ചൂഷണം ചെയ്യാതിരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് പുതിയ ചർച്ചകളിൽ പറയുന്നൊരു സാധനം, നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളൊന്നും തടയാനുള്ള കഴിവില്ല. കാറ്റടിച്ചാൽ നമുക്ക് തടയാൻ പറ്റില്ല, സുനാമി ഉണ്ടായാൽ തടയാൻ പറ്റില്ല, ഭൂമികുലുക്കം ഉണ്ടായാൽ തടയാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്താ അധികാരം? നമ്മളിതിൽ അധികാരിയാവുന്നത് എവിടെയാണ്? നമ്മളുടെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും. പക്ഷേ അതേസമയം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ബോധപൂർവ്വം പ്രകൃതി നാശത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിസ്ഥിതി ബോധം അക്കാലത്തെ എഴുത്തുകാരി കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും സാറാ ജോസഫിനെ പോലെയൊക്കെയുള്ള സ്ത്രീ എഴുത്തുകാരികൾ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു പുതിയ പാരിസ്ഥിതിക സ്ത്രീവാദം എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരികയും അവരുടെ ബുദ്ധിനി പോലുള്ള നോവലുകളാണ്, കഥകളിലുമൊക്കെ അത് കടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദളിത് എഴുത്തുകൾ, അതായത് ദളിത് എന്ന വാക്ക് ശരിക്കും ഇന്ത്യക്കകത്ത് നമ്മൾ ജാതീയമായ ഒരു വിഭാഗത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അതിന് കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും ആ വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നാണ് അതിനർത്ഥം. അവരുടെ ജീവിതങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരികയാണ്, പല തരത്തിൽ കഥകളെ കൊണ്ടുവരുന്നത്. അത് ഉത്തരാധുനിക എഴുത്തുകാരെ ഇതിനു മുമ്പ് വരെ ദളിത് അനുഭവങ്ങൾ എഴുതിയത് ദളിത് എഴുത്തുകാർ തന്നെയാണെങ്കിൽ ഉത്തരാധുനികതയിലേക്ക് വന്നപ്പോൾ അതിന് കൂടുതൽ വലിയ പരിപ്രേക്ഷ്യം വരുന്നുണ്ട്. നമ്മുടെ സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, ശ്രദ്ധേയമായ അടുത്ത കാലത്ത് ശ്രദ്ധേയമായ കഥകളൊന്ന്. അതിലെ ഒരു ബംഗാളിൽ നിന്ന് വന്ന ഒരു യുവാവ്, ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ഒരാൾ, നമ്മുടെ ഭാഷ ഇന്നത്തെ പൊതുഭാഷയാണ് ബംഗാളി എന്ന് പറയുന്ന ഒരു ജോലിക്ക് വന്നിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളി. നമ്മൾ ആ വാക്കുകൾ പോലും മലയാളത്തിൽ ഒരു ശക്തമായിട്ടുള്ള മാറ്റത്തിന്, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയരുത്, ഇതര സംസ്ഥാന തൊഴിലാളി എന്നോ അങ്ങനെയാണ് പറയുക. അന്യെന്ന് പറയുമ്പോൾ അന്യവൽക്കരണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളി അദ്ദേഹം, അപ്പോൾ ഇത് കഥ നടക്കുന്ന ഒരു വടക്കേ മലബാർ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു വലിയ സമ്പന്നമായ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ തറവാട്ടിലെ ഒരു കുടുംബത്തിലൊരാൾ അന്ന് വൈകുന്നേരം ആ വീട്ടിലൊരു എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അന്ന് അവിടേക്കുള്ള ജോലിക്കാരിയൊക്കെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് പോയൊരു ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം കൂലി എന്തോ ഒത്തിരി കൂട്ടി ചോദിക്കും. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ജോലിയാണ്, നീ വന്ന് വീട്ടിൽ ഇത്തിരി വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി കുഴിയൊക്കെ ഒന്ന് കുത്തണം, വേസ്റ്റ് ഇട്ട് മൂടണം, ഇതാണ് നിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഇത്തിരി കൂലി എന്തോ കൂട്ടി ചോദിക്കും. എന്നിട്ട് അപ്പുറത്ത് പോയി അതിനേക്കാൾ കൂലി കുറഞ്ഞ ഒരാളെ, ഈ പറയുന്ന ഒരാളെ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ആളെ ഇവർ ജോലിക്ക് ജീപ്പിൽ കൊണ്ടുപോവാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു. ഉച്ചവരെ വീട്ടിൽ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല, അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു, അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യം അന്ന് വീട്ടിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുറേ ആളുകളൊക്കെ വരുന്ന, വലിയ നാട്ടിൽ തന്നെ പ്രമാണികളൊക്കെ വരുന്നൊരു പരിപാടിയാണ്. ഇവിടുത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ നാട്ടിലെ തന്നെ ഏതോ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ബസ്മതി അരിയുടെ ഏറ്റവും കൂടിയ അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏറ്റവും രുചിയായിട്ടുള്ള ബിരിയാണിയാണ്, ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി പരിപാടികൾ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം ആളുകൾ വന്നു, ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇദ്ദേഹം കുഴിയൊക്കെ കുത്തി നേരത്തെ വെച്ചിട്ടുണ്ട്. ഓരോ ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ആ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ കുഴിയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു. അവസാനം വൈകുന്നേരം 9 മണിയൊക്കെ ആയി, ആളുകളെല്ലാം പോയി. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതൊന്ന് കഴിഞ്ഞാൽ പോകാം, പറഞ്ഞ പൈസയാണെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് ആൾ വരികയും ചെയ്തിട്ടുണ്ട്, സമയം കുറച്ചായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദം പൊട്ടിക്കാത്ത 2 ചെമ്പ് ബിരിയാണി കൊണ്ടുവരികയും ഇത് അതിലേക്ക് മറിച്ചിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇത് മറിച്ച് കുഴി ഏകദേശം നിറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ഇനി മൂടിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ആ കുഴി മൂടി, ആ ബിരിയാണി ചവിട്ടി ഉറപ്പിച്ച് അദ്ദേഹം അത് മൂടുകയാണ്. മൂടിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു ദുഃഖം ഇത് കണ്ടപ്പോൾ. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു പുതിയ തലമുറയിലൊരു പയ്യൻ അദ്ദേഹത്തോട് ചോദിക്കുക, എന്ത് പറ്റി, എന്താ വിഷമിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മകളെ ഓർത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി മകള്, എന്ത് പറ്റി മകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. മകൾ മരിച്ചുപോയി എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കും. എന്ത് പറ്റിയതാ മകൾക്ക്? അവനും വലിയ സങ്കടമാവും. എന്ത് പറ്റിയതാ മകൾക്ക് എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഭക്ഷണം കിട്ടാതെയാണ് മരിച്ചത് എന്ന് പറയും. എന്താ മകളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ ബസ്മതി എന്നാണ് പറയുന്നത്. ഇതാണ് കഥ. അപ്പോൾ ഇവിടെ നമ്മൾ ദളിത് അനുഭവം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഈ പറയുന്ന ജാതിയുടെ അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക്, അതുമുണ്ട് ഇതിനകത്ത്, അതിനപ്പുറത്തേക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളെ മലയാള ചെറുകഥ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു അനുഭവം നമുക്ക് ഈ കാലത്ത് കാണാം.
അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്കാലത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീപക്ഷ കഥകൾ, സ്ത്രീ എഴുത്തുകാരികൾ. അതിൽ പ്രധാനമായിട്ട് സാറാ ജോസഫ് എപ്പോഴും ചോദ്യം വരുന്നതാണ്. സാറാ ജോസഫ് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുള്ള എഴുത്തുകാരിയാണ്. സാറാ ജോസഫ് തൻ്റെ കഥകളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സാറാ ജോസഫിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഈ പെണ്ണെഴുത്ത് എന്നുള്ള വാക്ക് മലയാളത്തിൽ ആദ്യമായി കടന്നു വരുന്ന സാറാ ജോസഫിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവതാരികയിൽ സച്ചിദാനന്ദൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സാറാ ജോസഫിൻ്റെ കഥകളെക്കുറിച്ച് എഴുതിയൊരു അവതാരികയിലാണ് സച്ചിദാനന്ദൻ പെണ്ണെഴുത്തെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാറാ ജോസഫ് ശരിക്കും ഇത്തരം ദർശനങ്ങളെ, രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ സ്ത്രീ സ്വത്വ സങ്കല്പങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. സാറാ ജോസഫ് തന്നെ അത് പല ചർച്ചകളിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, മലയാള ഭാഷ തന്നെ സ്ത്രീവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് സാറാ ജോസഫ്. അവർ ചോദിക്കുന്നൊരു ചോദ്യം, മലയാളത്തിൽ പല പദങ്ങൾക്കും പുരുഷലിംഗ പദങ്ങളില്ല, ആ പദങ്ങളെല്ലാം കുറച്ച് പ്രശ്നങ്ങളുമാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ വേശ്യ എന്നുള്ളതിന് ഒരു പുരുഷലിംഗ പദം, തത്തുല്യമായിട്ടുള്ളൊരു പുരുഷലിംഗ പദം ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിടൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതങ്ങനെ ഒരു വേശ്യ എന്നതിന് അത്ര തത്തുല്യമായിട്ടുള്ളൊരു പദമായിട്ട് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു പോപ്പുലർ അല്ല. നമ്മൾ ആൺവേശ്യ എന്നാണ് ബഷീർ മുൻപൊരു കഥയിൽ അതിനെ ഉപയോഗിച്ചത്. അപ്പോൾ അതിനർത്ഥത്തിനൊരു പുരുഷലിംഗ പദമില്ല. മറ്റൊരു പദം പറയുന്നത് കന്യക എന്നുള്ള വാക്കാണ്. കന്യകൻ എന്ന് ചുമ്മാ പറയുന്നല്ലാതെ അങ്ങനെ ഒരു വാക്കില്ല എന്തായാലും. വിർജിൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പരിഭാഷയാണല്ലോ കന്യക എന്നുള്ളത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ അത് പുരുഷൻ്റെ സ്വത്വത്തിൽ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയിൽ അത് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് അവരുടെ ഡിമാൻഡ് അല്ലാത്തത് കൊണ്ടാണോ എന്നുള്ള. അപ്പോൾ ഇത്തരത്തിൽ മലയാള പദസമ്പത്ത് തന്നെ കുറേയൊക്കെ സ്ത്രീവിരുദ്ധമാണ് എന്ന് സാറാ ജോസഫ് പറയുന്നുണ്ട്. അതുകൂടാതെ സാറാ ജോസഫ് തൻ്റെ എഴുത്തിലൂടെ ഒരു നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിലവിലെ മറ്റ് പല എഴുത്തുകാരികളും ഉണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുള്ളതിൻ്റെ ഒരു രാഷ്ട്രീയ മറികടക്കൽ, അത് നമ്മുടെ പുരാണങ്ങൾ തൊട്ട് അവർ പുരാണ കഥകളിലൂടെ പോലും അത് ചെയ്യുന്നുണ്ട്. പുതുരാമായണം എന്ന് പറയുന്ന അവരുടെ ഒരു കഥാസമാഹാരമുണ്ട്. രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പുനർവായിക്കുകയാണ്. പലപ്പോഴും രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അവർ കടന്നുപോയിട്ടുള്ള പ്രതിസന്ധികളെ അവർ വീണ്ടും വായിക്കുകയാണ് പുതുരാമായണം എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ത്രീപക്ഷ വായന എന്ന് പറയുന്നതിനെ രാഷ്ട്രീയപരമായും അതുപോലെ സാമൂഹികപരമായും പുതിയ തലങ്ങളിലേക്ക് നോക്കിക്കാണാൻ, അതിനെ സ്ത്രീയുടെ ശരീരത്തെയൊക്കെ മാധവിക്കുട്ടി അടയാളപ്പെടുത്തുന്ന പോലെ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ സ്ത്രീയുടെ ഭാവാനുഭവമായിട്ടല്ല, രാഷ്ട്രീയ ശക്തിയായിട്ടാണ് അവരടയാളപ്പെടുത്തുന്നത്. മുടിത്തെയ്യം മുറയുമ്പോൾ എന്ന് പറയുന്ന അവരുടെ ഒരു കഥയുണ്ട്. മുടിത്തെയ്യം മുറയുമ്പോൾ, ഈ തെയ്യം എന്നുള്ള സങ്കല്പത്തിലാണ് ആ കഥ. അതിൽ സനാതനൻ എന്നാണ് അതിലെ പുരുഷൻ്റെ പേര്. അതൊരു സനാതന ധർമ്മവുമൊക്കെ ആയിട്ട് കണക്ട്, അങ്ങനെയും കൂടി നമുക്ക് വായിക്കാവുന്ന ഒരു പുരുഷ സങ്കല്പത്തെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. സ്ത്രീയുടെ പേര് ശ്യാമള അങ്ങനെ എന്താണെന്ന് തോന്നുന്നത്. സ്ത്രീയുടെ പേരിന് അതിൽ പ്രാധാന്യമുണ്ട്. പേര് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത്തരത്തിൽ സ്ത്രീയുടെ ലളിത എന്നാണ് സ്ത്രീയുടെ പേര്. അത്തരത്തിൽ ലളിതം എന്നുള്ള ആ ഒരു സ്ത്രീ സങ്കല്പത്തെ അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഈ കഥയിൽ എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ മുടി അഴിച്ചിടുക എന്നുള്ളത് അവളുടെ ഒരു വലിയ ആകും. അഴിച്ചിട്ട മുടിയുമായി നടക്കുക. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും തൊട്ട് ആ കുട്ടി കേൾക്കുന്നതാണ്, നീ നിൻ്റെ മുടി കെട്ടിവെക്കി. ചെറുതായിരിക്കുമ്പോൾ വീട്ടിൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കുറച്ച് വലുതാകുമ്പോൾ തൊട്ട് അച്ഛനൊക്കെ പറയും ഭക്ഷണത്തിൽ മുടി വീഴും, മുടി അഴിച്ചിടരുത് എന്നുള്ളത്. ഇങ്ങനെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് മുടി എപ്പോഴും ഒതുക്കി കെട്ടിവെക്കണം. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ ഈ മുടി ഒന്ന് അഴിച്ചിട്ട് വീട്ടിലിരിക്കണം. പക്ഷെ ഭർത്താവിനും ഇതൊരു പ്രശ്നമാണ്. ഭർത്താവും ഇങ്ങനെ നിരന്തരം മുടി അഴിച്ചിട്ട് കാണുമ്പോൾ ഭയമാണ്. ഒരുതരം ഭയം പോലെ ഭർത്താവ് പെരുമാറുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കഥയുടെ പല സന്ദർഭങ്ങളിലൂടെ വീട്ടിലും ഇതൊരു പ്രശ്നമായി മാറുന്നു. കഥയുടെ അവസാനം ഇവർ ഈ സംഘർഷങ്ങളിലൂടെ കടന്നുപോയി ഭർത്താവ് ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരൊരു ഈ മുടിത്തെയ്യം മുടി അഴിച്ചിട്ട് ഉറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ദേവീ സങ്കല്പത്തിലേക്ക് ചെന്ന് ചേരുന്ന പോലെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ഇവിടെ മുടി എന്ന് പറയുന്നത് ഒരുപാട് കെട്ടുപാടുകളെ കൂടി അടയാളപ്പെടുത്തുന്ന, കെട്ടിയിടലുകളെ കൂടി അടയാളപ്പെടുത്തുന്ന ഒരു ബിംബമായിട്ടാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സ്ത്രീ സങ്കല്പങ്ങളെ, പ്രകൃതിയെ, മാതൃദൈവ സങ്കല്പങ്ങളെയൊക്കെ പുതിയ സ്ത്രീപക്ഷവാദത്തിൻ്റെ, സ്ത്രീപക്ഷ ചിന്തകളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് സാറാ ജോസഫ് എന്ന് പറയുന്നത്. സാറാ ജോസഫിൻ്റെ കഥകളിൽ ഇത്തരത്തിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതു രാഷ്ട്രീയ വായന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉത്തരാധുനിക എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ സാറാ ജോസഫ് കൂടാതെ KR മീര, പ്രിയ S ഇവരൊക്കെ മലയാളത്തിലെ സ്ത്രീപക്ഷ എഴുത്തുകാരികളായിട്ട് നമ്മൾ പറയാറുള്ളതാണ്.
വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇവരുടെ എഴുത്തുകളെക്കുറിച്ചുണ്ട്. കെ.ആർ. മീരയുടെയൊക്കെ ആദ്യകാലത്തെ മോഹമഞ്ഞ പോലുള്ള കൃതികളൊക്കെ വളരെ ശക്തമായ സ്ത്രീപക്ഷ വായനകളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കൃതികളെക്കുറിച്ച് അത്രയും റേഞ്ചിലുള്ള അഭിപ്രായം കിട്ടിയിട്ടില്ല. മാത്രമല്ല ചില എഴുത്തുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്, സ്ത്രീപക്ഷത്തിന് തന്നെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളായിട്ട്. കൂടുതലും നമുക്ക് സാറാ ജോസഫാണ് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത. എം മുകുന്ദൻ്റെ കഥകളിൽ പുതിയ ദളിത് പക്ഷമുണ്ട്. പി വത്സല, സാറാ ജോസഫൊക്കെ ഈ ഉത്തരാധുനികയുടെ പരിസ്ഥിതി ബോധത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ കാലഘട്ടത്തിൽ എഴുത്തിന് സംഭവിക്കുന്ന വലിയ മാറ്റം, അത് നമ്മുടെ ഏറ്റവും പുതിയ സങ്കേതങ്ങളെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വലിയ സ്വാധീനമുള്ളതാണ്. അതിനെ കഥയിലേക്ക് പലതരത്തിൽ കഥകൾ പറയാനും കഥകൾ അവതരിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു തവണ UPSCയുടെ ചോദ്യത്തിൽ ഈ മാധ്യമ സ്വാധീനം എങ്ങനെയാണെന്ന രീതിയിൽ UPSC പ്രാവശ്യം ചോദ്യം ചോദിക്കുകയും ചെയ്തു. നമുക്ക് പ്രമേയങ്ങളുടെ സ്വീകരണത്തിലും നമുക്കിന്ന് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുതു സാധ്യതകളാണ്. നമുക്കൊരു ബന്ധം തുടങ്ങാൻ ആളുകളെ കാണേണ്ടതില്ല, അല്ലെങ്കിൽ പരിചയം എന്ന് പറയുന്നതൊക്കെ ഏത് നിമിഷത്തിലുണ്ടാകാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആളുകളെ പരിചയപ്പെടുന്നു, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വാർത്തകളും ആവാറുണ്ട്. വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ സ്ത്രീ ഇല്ല അവിടെ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ പുരുഷൻ ഇത്തരത്തിൽ പറ്റിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്ത് ബന്ധങ്ങൾ പുതിയ തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അത് കഥകളിൽ വിഷയങ്ങളായി വരാറുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴയിലെ ഏകാഗി എന്ന് പറയുന്ന B. മുരളിയുടെ ഒരു കഥയുണ്ട്. അതിൽ ഒരു വീട്ടിൽ ഒരച്ഛനും മകനുമാണുള്ളത്. ഇതിലച്ഛൻ ഭാര്യ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. അദ്ദേഹം വേറെ വിവാഹത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. മകൻ അത്യാവശ്യം മോശമില്ലാത്തൊരു ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയിരിക്കെ അച്ഛന് മകനൊരു ഫോൺ സമ്മാനമായിട്ട് അച്ഛനെ ഉപയോഗിക്കാൻ കുറച്ച് പുതിയ അന്നക്കാലത്ത് ആൻഡ്രോയിഡൊക്കെ ഉള്ളൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മുമ്പ് എഴുതിയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അച്ഛൻ അതിങ്ങനെ ഉപയോഗിച്ച് പഠിക്കുകയും അച്ഛനിങ്ങനെ ഫേസ്ബുക്കിൽ കയറി ഒരുപാട് പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുകയും ചെയ്യാണ്. ആ കൂട്ടത്തിൽ അച്ഛന് വരുന്നൊരു റിക്വസ്റ്റ്. അപ്പോൾ അച്ഛൻ അതിൽ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താൻ പ്രായം ചെന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കുറച്ച് യുവാവായിട്ടാണ് അതിൽ തൻ്റെ ഐഡൻറ്റിറ്റി. അദ്ദേഹം ഒരു ഫേക്ക് അക്കൗണ്ടാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. അത് കുറച്ച് പഴയ സുഹൃത്തുക്കളെയൊക്കെ അദ്ദേഹം മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമാണെന്ന് പറയുന്നില്ല. അവരോട് വിശേഷമൊക്കെ ചോദിച്ച് പരിചയപ്പെടുന്നുണ്ട്, കുറേ സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അച്ഛന് ഒരു മുഖചിത്രമില്ലാത്ത ഒരു പൂവിൻ്റെ പടം വെച്ചിട്ടുള്ളൊരു സ്ത്രീയിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹം ആ യുവാവായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പരസ്പരം കാണാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മകൻ വീട്ടിൽ കഴിക്കാൻ വരും. അപ്പോൾ മകനെ എന്തെങ്കിലും പറഞ്ഞ് മകൻ വരുന്നതിന് മുമ്പ് അവിടെ ഇറങ്ങിയാലേ കാര്യം നടക്കുകയുള്ളൂ. എന്തെങ്കിലും മകനോട് പറയണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മകൻ വിളിച്ച്, മകൻ ഓഫീസിൽ തിരക്കാണ്, ഇന്നുണ്ടാവില്ല, കഴിക്കാൻ വരില്ല എന്നുള്ള കാര്യം. അച്ഛന് വലിയ സന്തോഷമായി. അച്ഛൻ വേഗം ഒരുങ്ങി ദൂരെ നിന്ന് കാണാം, കണ്ടിട്ട് താൻ ഉദ്ദേശിച്ച് മിണ്ടാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മിണ്ടാം, അതല്ലെങ്കിൽ തിരിച്ചു പോരാം എന്ന് കരുതിയാണ് അച്ഛൻ പോകുന്നത്. ആളെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, പ്രായമൊന്നും പറഞ്ഞിട്ടുമില്ല, എന്ത് പ്രായമുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛനാണെങ്കിൽ ഇല്ലാത്തൊരു പ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരൊരു ബന്ധം കുറച്ച് പ്രായം കൂടുതലാണെങ്കിൽ പോയി മിണ്ടാം എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ പലതും പ്ലാൻ ചെയ്താണ് ചെല്ലുന്നത്. അവർ പറഞ്ഞു വെച്ച സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമെന്ന് പറയുകയും അച്ഛൻ അവിടെ ചെല്ലും. അച്ഛനവിടെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞ സ്ഥലത്ത് ആളെ കണ്ടില്ല. ചുറ്റും ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഫോണും കൈപ്പിടിച്ചുകൊണ്ട് തൻ്റെ മകൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അച്ഛനാണെന്നറിയാതെ ഒരാളെ പറ്റിക്കാൻ വേണ്ടി മകൻ ചെയ്ത കാര്യമാണ്. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അച്ഛനയച്ച മെസ്സേജാണ്. ചാറ്റൽ മഴയിലെ ഏകാഗി. അച്ഛനിത് കണ്ട് വളരെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. മകൻ അച്ഛനെ കണ്ടതുമില്ല. ഇതാണ് ചാറ്റൽ മഴയിലെ ഏകാഗി എന്നുള്ള കഥ. ഒരു കവി ഇതിനെക്കുറിച്ച് വേറൊരു ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ചൊരു കവിത ഈ കാലഘട്ടത്തിൽ തന്നെ എഴുതിയൊരു കവിതയാണ്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫേക്ക് അക്കൗണ്ടുകൾ പോലെ റിയലായിട്ടുള്ള എന്താ ഉള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ രൂപമോ നമ്മുടെ ലിംഗമോ ഒന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഫേക്ക് അക്കൗണ്ടിൽ നമ്മൾ ഇഷ്ടമുള്ളത് നമുക്കാവാം. പുരുഷന് വേണമെങ്കിൽ സ്ത്രീ ആവാം, സ്ത്രീക്ക് വേണമെങ്കിൽ സ്ത്രീ തന്നെ, പ്രായം കൂടിയ സ്ത്രീ ആവാം, പ്രായം കുറഞ്ഞ സ്ത്രീ ആവാം. മറ്റൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അതിലിരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ നമ്മളെ നമ്മൾ ശരിക്കും കണ്ടെത്തുന്നതെന്ന്. ഫേക്ക് അക്കൗണ്ടിലിരിക്കുമ്പോഴാണ് നമ്മൾ ഒരാളോട്, ഇപ്പോൾ നമ്മൾ ഒരു പുരുഷനാണ്, നമുക്ക് സ്ത്രീയായി സംസാരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നമ്മൾ സ്ത്രീയായി മാറി നമ്മുടെ ഇഷ്ടമുള്ളൊരു പ്രായത്തിലുള്ളൊരു സ്ത്രീ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ നമ്മൾ സ്ത്രീ ആയിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കുമെന്ന് സംസാരിക്കും. യഥാർത്ഥ സ്ത്രീ ആണെങ്കിൽ പോലും അത്ര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന തരത്തിൽ. ആ ഒരു കവിതയുടെ ടോട്ടൽ ഐഡിയ അതാണ്, ഫേക്ക് അക്കൗണ്ടുകൾ പോലെ റിയലായിട്ടുള്ള എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇതൊക്കെ പുതിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളാണ്. അപ്പോൾ അതുപോലെ സന്തോഷ് ചിക്കാനത്തിൻ്റെ കൊമാല എന്ന് പറയുന്ന കഥ, അത് ഈ മാധ്യമങ്ങൾ ഒരു തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള കഥയാണ്.
കഥ എന്ന് പറയുന്ന ഒരു അന്തിച്ചർച്ചയാണ് കഥയുടെ പ്രമേയം. ഒരു കഥ ആരംഭിക്കുന്നത് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ചാനൽ ചർച്ച. ആ ചർച്ച ആരംഭിക്കുന്നു. അപ്പോൾ ചാനലിന് അന്ന് മുന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു കുടുംബം ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞൊരു കുടുംബം ഒരു ബോർഡ് വീടിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. തങ്ങൾ സാമ്പത്തിക കടബാധ്യതയിലാണ്, ബാങ്ക് ജപ്തി ചെയ്യാൻ വരികയാണ്, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുക. അത് ചാനലുകാർ അറിയുകയും വലിയ വാർത്തയാവുകയും ചെയ്തു. അപ്പോൾ കഥ ആരംഭിക്കുമ്പോൾ ഈ ചർച്ചയാണ്, ഈ ആത്മഹത്യ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പോൾ ചർച്ചയ്ക്ക് ഈ കുടുംബത്തിലെ കറന്നൊരു അച്ഛനുണ്ട്, ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥനുണ്ട്, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ആരുമുണ്ട്, ചാനലിൻ്റെ അവതാരകനുണ്ട്. വലിയ വിഷയങ്ങൾ, ഇവരനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം വലിയ ഘോര ചർച്ചകളാവുന്നു. ചർച്ചയുടെ അവസാനം ബാങ്കിൻ്റെ നിയമം പറയുന്നു, ഇവരുടെ പ്രതിസന്ധി പറയുന്നു, എല്ലാം പറഞ്ഞ് രാഷ്ട്രീയ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചർച്ച കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ചാനൽ ചർച്ചയുടെ സമയം കഴിഞ്ഞ് എല്ലാവരും ഇതിനൊരു മാറ്റം വരണമെന്നൊക്കെ ചാനലിലെ അവതാരകൻ പറയുന്നു. ചർച്ച കഴിഞ്ഞ് പിരിയുന്നു. ഇയാൾ ഒരു ദിവസം കാത്തിരുന്നു എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം അവസാനം ആ ബോർഡ് എടുത്ത് കളയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചകൾക്ക് ഈ മാധ്യമ സംസ്കാരത്തിന് സംഭവിച്ചിട്ടുള്ളൊരു അപജയത്തെ, ചർച്ചകൾ നടക്കുന്നു, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതിനെ ഈ കഥയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം എഴുത്തുകൾ ഉത്തരാധുനിക കാലഘട്ടത്തിൽ കഥ എന്ന് പറയുന്നത് ഇതിന് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കഥയ്ക്കും പരസ്പരം ബന്ധമില്ല, എല്ലാത്തിനും കുറേ വ്യത്യസ്ത ഡയമെൻഷൻസ് ആണ്. ഇതാണ് ഉത്തരാധുനികതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാൻ ഹിഗ്വിറ്റ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമുണ്ട്. NS മാധവൻ്റെ കഥയാണ്. 7 കഥയുണ്ട്. 7 ആൾ എഴുതിയതുപോലെ നമുക്ക് തോന്നും. അതായത് MT വാസുദേവൻ നായരുടെ കഥകൾ വായിക്കുമ്പോൾ അത് MTയുടെ കഥയാണെന്ന് നമുക്ക് രണ്ടാമത്തെ കഥ വായിച്ചാലും അറിയാം, ഇത് MTയുടെ ഭാഷയാണ്, MTയാണ് എഴുതിയതെന്ന്. ഹിഗ്വിറ്റ വായിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പരസ്പരം ബന്ധമില്ലാത്ത, വളരെ വൈവിധ്യമുള്ള, ബന്ധമില്ലാത്തതെന്ന് ഞാൻ പറയുമ്പോൾ അത് അതിൻ്റെ വൈവിധ്യ സ്വഭാവം കൊണ്ടാണ്, വൈവിധ്യമുള്ള 7 കഥകളാണ് ഹിഗ്വിറ്റയിൽ നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മലയാള സാഹിത്യത്തിൽ, ചെറുകഥാ സാഹിത്യത്തെ, അതിൻ്റെ വളർച്ചയെ, അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വൈവിധ്യമുള്ള അവതരണത്തിലും പ്രമേയത്തിലും വളരെ പുതുമയുള്ള ഒരു കാലമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. ഓരോ കാലം കഴിയുമ്പോഴും അതിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു UPSC പഠനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ സാഹിത്യ ചരിത്രത്തെ വായിക്കുമ്പോൾ നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രതിപാദ്യവും പ്രതിപാദനവും എന്നാണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. പ്രതിപാദ്യം, പ്രതിപാദനം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആഖ്യാനം. ഈ വാക്കൊക്കെ നിങ്ങളിനി കാണും, കട്ടിയാവണ്ട. അതിനെ കുറച്ചും കൂടി ലളിതമാക്കി പറഞ്ഞാൽ പ്രമേയം, അവതരണം തന്നെയാണ് ഈ വാക്കുകൾ. ഇത് നമ്മളെ ഓരോ കാലത്തെ നോക്കിയാൽ ഇത് മാറിക്കൊണ്ടിരിക്കും. അടിസ്ഥാനപരമായി പ്രതിപാദ്യം എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് പറയുന്നു, പ്രമേയം, വിഷയം, സബ്ജക്റ്റ്. പ്രതിപാദനം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്നു, ഹൗ പ്രസൻറ്റ്, അവതരണം, പ്രസൻറ്റേഷൻ. ആഖ്യ എന്ന് പറഞ്ഞാൽ പ്രമേയം എന്നുള്ള ഐഡിയ തന്നെയാണ്. എന്താണ് പറയുന്നത്? ആഖ്യാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്നു, പ്രമേയം, അവതരണം. ഇത് ഓരോ കാലത്തിലും നിരന്തരം മാറുന്നുണ്ട്. നമ്മൾ ആദ്യകാലത്തെ വിഷയങ്ങളല്ല നവോത്ഥാന കാലത്തിലെ വിഷയങ്ങളല്ല ആധുനിക കാലത്ത്, ആധുനികതയുടെ വിഷയങ്ങളല്ല ഉത്തരാധുനിക. ആധുനികതയുടെ സംഘർഷങ്ങളോ ആത്മസംഘർഷങ്ങളോ ഒന്നും ഉത്തരാധുനികർക്കില്ല. ഉത്തരാധുനികർ കുറേ കൂടി വിശാലമായ ലോകത്ത് എന്തും വിഷയമാകാം കഥയ്ക്ക് എന്നുള്ള സങ്കല്പത്തിലാണ് കഥകൾ എഴുതുന്നത്. ഈ ഒരു അനാലിസിസ് ആണ് ശരിക്കും ഈ പഠനത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ഓരോ ഘട്ടത്തിലെയും ആളുകളെ പരിചയപ്പെടുമ്പോൾ അവരുടെ പ്രമേയം എന്തായിരുന്നു, അവർ എങ്ങനെ കഥകൾ അവതരിപ്പിച്ചു, അവരുടെ മോട്ടീവ് എന്തായിരുന്നു, ഇതാണ് ശരിക്കും നമ്മൾ ഓരോ സാഹിത്യ ചരിത്രം, ഈ ചെറുകഥ മാത്രമല്ല, പഠിക്കുന്ന ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങളിലും ഓരോ കാലത്തിലും വരുന്ന മാറ്റങ്ങളെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, മലയാളത്തിലെ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഒരുപാട് ചെറുകഥാകൃത്തുക്കളുടെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാരുണ്ട്. പുതിയ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന നിലവിൽ ഇപ്പോൾ ബി മുരളി, സന്തോഷ് ചിക്കൻ, അവരൊക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരാണ്. GR ഇന്ദുഗോപൻ, അങ്ങനെ നിങ്ങളിപ്പോൾ കുറേ കൂടി സിനിമയിലൊക്കെ കേൾക്കുന്ന വിനോയ് തോമസ്, ഇവരൊക്കെ മലയാളത്തിൽ ഇക്കാലത്തെ പ്രമുഖരായ ചെറുകഥയും നോവലും ഒക്കെ എഴുതുന്ന ആളുകളാണ്. ബെന്യാമിൻ കുറേ കൂടി നോവലാണ്.
ചെറുകഥ എന്ന് പറയുമ്പോൾ ബിനോയ് തോമസ് ഉണ്ട്, അതുപോലെ ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ ഇന്ന് മലയാളത്തിലുണ്ട്. ഒരുപാട് വൈവിധ്യങ്ങളും എഴുത്തുണ്ട്. പക്ഷേ UPSC നമുക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നും വരാത്തതിൻ്റെ ഒരു കാരണം അങ്ങനെ വലിയ ആധികാരികമായ പഠനങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിനെ ഒരു വളരുന്നൊരു ഘട്ടമായിട്ട് മാത്രമാണ് ഉത്തരാധുനികതയെ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കധികം ചോദ്യങ്ങളൊന്നും ഇതിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരാത്തത്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, നേരത്തെ നിർത്താം. ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ല, നിങ്ങളല്ലാതെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്താണ് കൂടുതൽ വിശദീകരിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഓൺലൈനുള്ളവർക്കും ചോദിക്കാം, വോയിസ് ഓണാക്കി ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ഇടണമെങ്കിൽ മെസ്സേജ് ഇടാം. നമ്മളിന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് മലയാളത്തിൽ ചെറുകഥയുടെ സാഹിത്യ ചരിത്രത്തെയാണ് പരിചയപ്പെട്ടത്. കുറേ എഴുത്തുകാരുടെ പേരുകൾ കേട്ടു, അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വായിക്കാനുണ്ട്. അതിനും പുറത്തുള്ള കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിൽ എഴുത്തുകാരെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇനിയും പരിചയപ്പെടും. നമുക്ക് പഠിക്കാനുള്ള എഴുത്തുകാരുണ്ട്, അതിൽ കുറേ പേര്. തകഴിയെ നമ്മളൊരു നോവൽ പഠിക്കുന്നുണ്ട്, OV വിജയൻ്റെ നോവൽ പഠിക്കാനുണ്ട്, MTയുടെ ചെറുകഥ പഠിക്കാനുണ്ട്, അതുപോലെ NS മാധവൻ്റെ ചെറുകഥ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കുറേ കൂടി എങ്ങനെ കഥ വായിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിചയപ്പെടും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലായാലും ചോദിക്കാനുണ്ടാവില്ല, എല്ലാം മനസ്സിലായാലും ചോദിക്കാനുണ്ടാവില്ല. 2-3 കാര്യങ്ങൾ നിങ്ങൾ മലയാളം തുടരുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാം, സമയം കളയുന്നില്ല. മലയാളം ഓപ്ഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ഇത് പഠിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 2 നോട്ട് ബുക്ക് വേണം. എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ക്ലാസ് നോട്ട് എടുക്കാനും നിങ്ങളുടെ നോട്ട് തയ്യാറാക്കാൻ വേണ്ടി, ലെക്ചർ നോട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതുക, ക്ലാസ്സിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതുക. ഭാവിയിൽ നിങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്ത് അത് വീണ്ടും എഡിറ്റ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ക്ലാസ് നോട്ട് എടുക്കുക, നമ്മൾ ഈ മെറ്റീരിയലിന് അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അതിനെ നോട്ട് ചെയ്യാൻ വേണ്ടി അത് നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നോട്ട് ബുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, അതെനിക്ക് മറ്റ് ഓപ്ഷൻസിന് എങ്ങനെയാണെന്ന് അറിയില്ല, മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിനും ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾ ഇവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് തരുന്നതിന് പകരം, പ്രിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ തരും, ഇത് ഞാൻ തരുന്നില്ല, പകരം നിങ്ങളൊരു ബുക്ക്ലെറ്റ് ആൻസർ എഴുതാൻ വേണ്ടി സൂക്ഷിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനും നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് അതിൽ കിട്ടും. അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാനും. ഇപ്പോൾ 2 പുസ്തകങ്ങൾ ഓപ്ഷണലിലെ പഠനത്തിനായിട്ട് ഒന്ന് ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞ് UPSC മോഡലുള്ള ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഭൂരിഭാഗം നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്താൽ കിട്ടുക. പേപ്പറായിട്ട് തന്നാലൊരു പ്രശ്നം, നിങ്ങൾ എഴുതും, നിങ്ങളുടെ അത് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ഈ വളർച്ച നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, കറക്ഷൻസ്, ഒരു പരീക്ഷയിൽ നിന്ന് അടുത്ത പരീക്ഷ എഴുതുമ്പോൾ ഇതെങ്ങനെ മാറുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കതിൽ ഞാൻ തരുന്ന കറക്ഷൻസ് നോട്ട് ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബുക്കിൽ എഴുതുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് തരാം, അത് തരില്ല എന്നല്ല പറയുന്നത്. പ്രിൻ്റഡായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതണം, പരീക്ഷകളുണ്ട് നമുക്ക് ഓരോ ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മലയാളം തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടതാണല്ലോ. 2 ഓപ്ഷൻ നാളെ ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞാൽ 2 ഓപ്ഷനിൽ നമ്മൾ തിങ്കളാഴ്ച തുടങ്ങും. മലയാളമാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. അത് ഉടനെ തന്നെ എല്ലാം വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ സാഹചര്യം പോലെയാണ്. വാനപ്രസ്ഥവും ഹിഗിറ്റിയും ഉടനെ വാങ്ങണം. നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നതായതുകൊണ്ട് അത് വാങ്ങി വായിക്കണം. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ പുസ്തകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മേടിച്ച് തരണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മേടിച്ച് വയ്ക്കാം, നിങ്ങൾക്കത് കളക്ട് ചെയ്യാം. നമ്മളിവിടെ വിളിച്ച് പറഞ്ഞാൽ എല്ലാം കൂടി വിളിച്ച് പറയുകയോ പോയി കളക്ട് ചെയ്യുകയോ ചെയ്താൽ കൊണ്ടുവരും. അതല്ല, എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ നേരിട്ട് പോയി എടുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാച്യു തന്നെയാണ്. അതിൽ ഭൂരിഭാഗം പുസ്തകങ്ങൾ DC ബുക്സിൽ തന്നെ നിങ്ങൾ മേടിക്കുക. DCയുടെ പ്രിൻ്റ് ഇത് തന്നെ. ഇന്ദുലേഖ പോലെയുള്ള പുസ്തകങ്ങൾ DC അല്ലാതെ ഉണ്ട്, ചെറിയ പൈസ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് വാങ്ങരുത്, കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട് പബ്ലിക്കേഷൻസിൽ, അക്ഷരത്തെറ്റുകൾ, കണ്ടൻറ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ DCയുടെ ഒരു സാധനമുണ്ട്, അത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഞാൻ മിക്കവാറും എല്ലാം തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ വാനപ്രസ്ഥം എന്ന് പറയുന്നത് കറണ്ട് ബുക്സാണ്, അതും DCയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്നത് പൂർണ്ണ പബ്ലിക്കേഷനാണ്, അതും DCയുടെ അടുത്ത് തന്നെ ഉള്ളതാണ്, DC ബുക്സ് അത് കിട്ടില്ല. അതുപോലെ ഭാരത പര്യടനം മാരാർ പ്രകാശൻ എന്ന് പറയുന്നൊരു പബ്ലിക്കേഷനാണ്, അത് മിക്കവാറും DCയിലുണ്ടാവും. എല്ലാം ആ ചുറ്റുവട്ടത്തുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പുസ്തകം വാങ്ങാൻ പോകാൻ സമയമുണ്ടെങ്കിൽ പോയി മേടിക്കുക, മേടിച്ച് തരണമെങ്കിൽ അത് മേടിച്ച് തരാം. മുഴുവനായി ഒരുമിച്ച് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ സൗകര്യം പോലെ ക്ലാസ്സുകൾ വരുന്നതനുസരിച്ച് നിങ്ങൾ മേടിച്ചാലും മതി.
നിങ്ങളുടെ മലയാളം ഓപ്ഷണലായി നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ പുസ്തകങ്ങൾ ആവർത്തിച്ച് ഒരുപാട് തവണ വായിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതേപോലെ അടുത്ത ആഴ്ച നമ്മൾ എടുക്കുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന ചെറുകഥയാണ്. അതിൽ 4 കഥകളാണുള്ളത്. അപ്പോൾ 2 ദിവസങ്ങളിലായി 2 കഥകൾ വീതം നമ്മൾ എടുക്കും. അപ്പോൾ പുസ്തകം വാങ്ങി കഥകൾ വായിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. വായിച്ചില്ലെങ്കിലും ഞാൻ കഥയൊക്കെ പറയും ക്ലാസ്സിൽ, പക്ഷെ നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് വായിച്ചാൽ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു, നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ആ വായന എങ്ങനെ മാറിയെന്ന് നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ക്ലാസ്സിൽ കഥ എങ്ങനെയാണ് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി വായിക്കേണ്ടത്, ആദ്യ കഥാവായന നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വായിക്കണം. എന്നാലാണ് അതിൻ്റെ ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ കുറേ കൂടി അതിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കഥ ഞാൻ പറയും. എല്ലാ പുസ്തകങ്ങളുടെയും കഥയും അല്ലെങ്കിൽ ഇപ്പോൾ നോവലാണെങ്കിൽ ഓരോ അധ്യായത്തിലും എന്താണ് പറയുന്നതെന്ന് ക്ലാസ്സിൽ പറയും. ഒരു 2 മണിക്കൂർ കഥ പറയാനാണ് എടുക്കുക. അതിനുശേഷം 2 മണിക്കൂറാണ് ചർച്ച. അങ്ങനെയാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചില്ല എന്ന് ഓർത്ത് ക്ലാസ് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമല്ല, പക്ഷേ വായിച്ചിട്ട് വരാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇത് കൂടാതെ നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു മാസത്തേക്കുള്ള യൂണിറ്റുകൾ ഇതേപോലെ ഞാൻ തരും. ഇത് തന്നെയാണ് പുസ്തകമായിട്ട് വരുന്നത്. പുസ്തകത്തിന് ടൈപ്പ് ചെയ്ത് കൊടുത്ത മെറ്റീരിയലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങളിത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ബുക്കായിട്ട് തന്നെ ഇത് തരും. അതുകൂടാതെ ഇതിനകത്ത് കവിതകൾ, പഠിക്കാനുള്ള കവിതകളെല്ലാം പുസ്തകത്തിനകത്തുണ്ടാവും. ഇത് ഒഴിച്ച്, ചിന്താവിഷ്ടിയായ ചെയ്ത് ഒഴിച്ച് ബാക്കിയെല്ലാം പുസ്തകത്തിന്. അപ്പോൾ കവിതകൾ നിങ്ങൾ അധികമായി മേടിക്കേണ്ടതില്ല. ഈ പുസ്തകങ്ങളാണ് സ്വന്തമായി മേടിക്കേണ്ടത്. ഓക്കെ. പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ, അത് പുസ്തകങ്ങൾ വായിച്ചിട്ട് വരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറയും. ഞാൻ അടുത്ത ദിവസം ഇന്നതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഓർഡർ നോക്കിയാൽ അറിയാം. അപ്പോൾ അത് കഴിയുന്നതും പുസ്തകം വായിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും എന്നോട് ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് തരാം. ഓൺലൈനുള്ളവർക്ക് മെസ്സേജ് ഇടാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്നെ ഒന്ന് എന്തെങ്കിലും സംസാരിക്കണം, സംശയങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ടെന്നുണ്ടെങ്കിൽ വിളിക്കാൻ. കാരണം ഒരു ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓൺലൈനിലുള്ളവർക്ക് ഞാനൊരു മെസ്സേജായിട്ട് നമ്പർ ഇടുന്നുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഓപ്ഷണൽ പഠനം എന്ന് പറയുന്നത് UPSC പഠനത്തിൽ ഒരു തവണ നിങ്ങൾ കേട്ടില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നോട്ട് എടുക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോയാൽ ഒരു 5 മാസം കൊണ്ട് നമുക്ക് ബേസിക്സൊക്കെ നന്നാക്കാനും അത്യാവശ്യം ഒരു പരീക്ഷ എഴുതാനുള്ള സാധനങ്ങളാവും. പിന്നെ തുടർന്നുള്ള സമയത്ത് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസൊക്കെ ആയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യും. അത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ കുറേ മെറ്റീരിയൽസ് തരാമെന്ന് ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിൽ അധിക വായനയ്ക്കുള്ള മെറ്റീരിയൽസ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇടും. പഠനങ്ങളാണ് അടിസ്ഥാനപരമായിട്ടത്. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വായിച്ച് നോട്ട് എടുക്കണം. ഭാവിയിലേക്കുള്ളൊരു സാധനമാണ്, ഉടനെ തന്നെ വായിക്കണം എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി മെറ്റീരിയലുണ്ട്. ഇപ്പോൾ സ്ത്രീ എഴുത്തുകാരികളെ കുറിച്ചൊരു പഠനമുണ്ട്. ഇപ്പോൾ ജയദേവികയുടെ തായ്കുലം, മലയാള സാഹിത്യത്തിലെ തായ്കുലം എന്നാണ് പഠനത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ എഴുത്തുകാരികളുടെ കുറേ കഥകളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കണം. അത് നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കുമ്പോൾ ഉപയോഗിക്കാനാണ്. അപ്പോൾ എക്സ്ട്രാ റീഡിങ്ങിന് തരുന്ന മെറ്റീരിയൽ PDF ആയിട്ടാണ് തരുള്ളൂ, പ്രിൻ്റഡ് തരുന്നില്ല. അത് നിങ്ങൾ സൗകര്യം കിട്ടുന്ന പോലെ വായിച്ച് പഠനത്തിൽ നിന്ന് നോട്ട് എടുക്കുക. ആ നോട്ട് എഴുതേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്ഷണൽ നോട്ടിലേക്കാണ്. അപ്പോൾ ഒരാളുടെ അഭിപ്രായമൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ GS-ലൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഒക്കെ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ മലയാളത്തിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ പ്രസൻറ്റ് ചെയ്യാനോ, ഇപ്പോൾ വാനപ്രസ്ഥം കഥ വായിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്ത വായനകളെ പരിചയപ്പെടാനൊക്കെയാണ് ഈ പഠനങ്ങൾ തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ തുടർന്നുള്ള വായനകൾ അത് ഉപയോഗപ്പെടുത്തണം. അത് നമ്മളെ ഗ്രൂപ്പിൽ, നമുക്ക് മലയാളത്തിൻ്റെ ഓപ്ഷണൽ ഗ്രൂപ്പുണ്ട്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്തോട്ട് നമ്മൾ മെറ്റീരിയൽസ് ഇടും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും? ഒന്നുമില്ല. നിങ്ങൾ വൈകുന്നേരമാണ് ക്ലാസ് ഓക്കെ എന്ന് പറഞ്ഞത്, കൂടുതൽ പേരും. ഓക്കെ, എല്ലാവരും ഓക്കെ. വൈകുന്നേരം തന്നെ എടുക്കാം. അപ്പോൾ തിങ്കളാഴ്ച 7 മണിയാണോ 6:45 ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ മെയിൻസിൻ്റെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞാൽ 6:45 തൊട്ട് 8:15, 8:30 വരെ നമ്മൾ പരമാവധി എടുക്കുക. 2 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം വരുന്നവർ കഥകൾ വായിച്ചിട്ട് വരാൻ ശ്രമിക്കുക. മുഴുവനായിട്ട് പുസ്തകങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ തന്നെ വ്യക്തിപരമായി അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ അറിയിച്ചാൽ മതി. ഒരുമിച്ച് പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചിട്ട് വില വെച്ച് 2200-ന് അടുത്ത് വിലയാവും എല്ലാ പുസ്തകങ്ങൾ കൂടി. വില മാറ്റം എത്രയാണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടും. ഈ പുസ്തകങ്ങൾ എന്ത് വന്നാലും വിറ്റ് പോകുന്നവർക്ക് അറിയാം. അതുകൊണ്ട് DC ഓരോ പബ്ലിക്കേഷൻ കഴിയുമ്പോഴും വില കൂട്ടുന്ന പുസ്തകമാണ്. എന്നാൽ ഏകദേശം ആ വിലയായിരിക്കും. ഓക്കെ. താങ്ക് യു.